بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. തൻവീൽ ഉള്ളതാണ് ഇവിടെ ഒട്ടിക്കില്ലേ? അവരോട് പറയണം. يا أيها الذين آمنوا أنفقوا مما رزقناكم من قبل أن يأتي يوم لا بيع فيه ولا خلة ولا شفاعة والكافرون هم الظالمون. മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ടുള്ള ഒരു കൽപ്പനയാണിത്. അപ്പം മുമ്പ് പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചാൽ ഈമാനുള്ള ആളായി. ഇതെന്താക്കണം? സാലിഹായ അഅ്മാൽ കൊണ്ട് ഇങ്ങനെ കൽപ്പിക്കുക, അടിത്തറ ഉണ്ടാക്കി. ഞാൻ കല്ല് വെക്കലും ചുമര് വെക്കലും വാർക്കലൊക്കെ. അപ്പം ഈമാനും അഅ്മാലും സാലിഹാത്ത്. അപ്പം ഇവിടെ എന്തുണ്ട്? ഈമാൻ പ്ലസ് ഇൻഫാക്ക്. ഈമാനിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇൻഫാക്കാകുമ്പോൾ എന്തായി? അത് അഅ്മാലു സാലിഹാത്ത്. ഈമാനും അഅ്മാലു സാലിഹാത്താണ്. പക്ഷെ അത് ബേസിക്കലി അതിൻ്റെ പേരിൽ അത് വേറെ തന്നെ ഒന്ന് അന്നി. ഇനി രണ്ട്, അംഫിഖൂ എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ചെലവാക്കുവിന്ന്. ഈ ചെലവാക്കുവീൻ എന്നുള്ളത് അമ്രാണല്ലോ. ഈ അമ്ര ഫർദിൻ്റെ അമ്രാണോ സുന്നത്തിൻ്റെ അമ്രാണോ അല്ല രണ്ടും കൂടെ കൂടിയ ആമാണോ? അമ്രിന് രണ്ടു ഹുക്കുമല്ല ഉണ്ടായാലേ. നേർക്ക് നേരെ പറഞ്ഞാൽ ഒന്ന് ഫർദ് അല്ലെങ്കിൽ സുന്നത്ത് അല്ലെങ്കിൽ രണ്ടും കൂടെ കൂടിയ മുത്തലക്ക്. സാഹചര്യത്തിന് വെച്ച് മാറും. അത് മനസ്സിലായ? ഇവിടെ ആയത്തിന്റെ ലാഹിറുള്ളത് സുന്നത്തും ഫർളും എല്ലാം കൂടെ ഉൾക്കൊള്ളിക്കുന്ന ആമ്മെന്നാണ്. പക്ഷേ അതിന്റെ സിയാക്കുണ്ടല്ലോ, സിയാക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അവസാനത്തിൽ പറഞ്ഞ കാര്യം അതിലേക്ക് നോക്കുമ്പോൾ എന്താണത്? വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ. അവിടെ കാഫിര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പൈസ ചെലവാക്കാത്ത ബഖീലന്മാർ അർത്ഥം കൊടുക്കുന്നു. ബഖീലന്മാർ, ആ ബഖീലന്മാർ എന്നർത്ഥം കൊടുക്കുമ്പോൾ അവർ ളാലിമീങ്ങളാകുമ്പോൾ എന്താകും? ഫർദിന്റെ മുകളിലാണ് ചുമത്താൻ പറ്റുള്ളൂ. അല്ല, ഇല്ലെങ്കിലോ സുന്നത്താക്കപ്പെട്ട സദഖ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ളാലിമാവൂലല്ലോ. അത് മനസ്സിലായ? അപ്പൊ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അംഫിഖൂ എന്നുള്ളത് ഇപ്പോ ഫർദിനും സുന്നത്തിനും രണ്ടിനും പറ്റുന്ന രീതിയാണെങ്കിലും ഫർദിലേക്ക് മടങ്ങുന്നു. മിമ്മാ റസഖ്നാകും എന്ന് പറഞ്ഞാൽ മിൻ എന്ന് പറഞ്ഞത് തബീഇലാണ്. എന്നുവെച്ചാൽ എല്ലാം കൊടുക്കേണ്ട കുറച്ച്, അതിൽ നിന്ന് ബഅദ് കൊടുക്കുക. അതായത് ബഅദ മിമ്മാ റസഖ്നാകും അശൈഅൻ വൽ മുറാദു ബിഹി. ഈ അംഫിഖു കൊണ്ടുള്ള മുറാദ് അൽ ഇൻഫാഖുൽ വാജിബായ ഇൻഫാഖാണ് എന്നാ പറഞ്ഞു. അവിടെ നോക്കിയിട്ട് സിയാക്ക് നോക്കിയിട്ട് അപ്പൊ വാജിബ് എന്താകും? അസ്സക്കാത്തായിരിക്കും. വൽ അക്സറു എന്ന അക്സരീങ്ങളും പറഞ്ഞിരിക്കുന്നത് അലാ അന്നൽ അംറ യതനാവലുൽ വാജിബ വൽ മൻദൂബ്. വാജിബിനെ മൻദൂബിനെ ഉൾക്കൊള്ളിക്കുന്ന കൽപ്പനയാണ്. മനസ്സിലല്ലേ? എപ്പോഴാ ചെലവാക്കേണ്ടത്? മിൻ ഖബലി അൻ യഅതിയ യൗമുൻ. ഒരു യൗമ് വരുന്നതിന് മുമ്പ്. ആ യൗമിന്റെ സിഫത്താണ് ലാ ബൈഉൻ ഫീഹി. അതിന് കച്ചവടം ഉണ്ടാവില്ല. വലാ ഖുല്ലത്തുൻ, സുഹൃത്ത് ബന്ധവും ഉണ്ടാവൂല. വലാ ഷഫാഅത്തും ഉണ്ടാവൂല. ഏത് ഷഫാഅത്ത്? അമ്പിയാക്കൾക്ക് ഷഫാഅത്ത് ഇല്ല എന്നല്ല, അത് പറയും. അതുകൊണ്ട് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് അമ്പിയാക്കൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല എന്ന സ്ഥലത്തും പറഞ്ഞാൽ വൈരുദ്ധ്യമുള്ളതല്ല. ഇല്ലാത്താക്കില്ല, ഉള്ളാക്കുണ്ടുണ്ടാവും. അതിന് അർഹതപ്പെട്ടവർക്കുണ്ട്. അപ്പോ അതാ ഏതാണ് യൗമുൽ ഹിസാബി വൽ ജസാ. ഈ കൊടുത്തതിനൊക്കെ കണക്ക് ചോദ്യവും അതിന്റെ ജസാവും കൊടുക്കുന്ന ദിവസമാണത്. ലാ ബൈഉൻ ഫീഹി യതദാറകു ബിഹിൽ മുഖസ്സിറു തഖ്സീറഹു. മുഖസ്സിറായ മനുഷ്യനുണ്ടല്ലോ, വീഴ്ച വരുത്തിയ ആള്, അയാൾ തഖ്സീറിനെ പരിഹരിക്കാൻ പറ്റിയ ഇടപാടുകളൊന്നും അവിടെ ഉണ്ടാവില്ല. എന്തിനും ഒന്നിലും പൊളിഞ്ഞാലുണ്ടാക്കും, മറ്റൊരു ബിസിനസ് ചെയ്തിട്ട് നികത്തലുണ്ടല്ലോ, അതൊന്നും അവിടെ നടക്കൂല.
വല ഖുല്ലത്തുൻ എന്ന് പറഞ്ഞാലോ സുഹൃത്ത് ബന്ധം, ഖലീലിന്റെ ബന്ധം. ഐ ഹത്താ യുസാമിഹക്കും അഖില്ലാഉക്കും ബിമാ തസ്നഊന, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കൊണ്ട് എന്താക്കും, മതി, അത്ര മതി, 100 കിട്ടേണ്ടത് പോട്ട് 50 കൊണ്ടാ എന്ന് പറയുന്ന പൊരുത്തപ്പെടുന്ന ഖുല്ലത്ത് ബന്ധം ഉണ്ടാവില്ല, അന്നില്ല. ഇനി വൽ ഖുല്ലത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ മവദ്ദത്തു വസ്സദാഖത്തു, അടുത്ത സ്നേഹബന്ധം. അപ്പൊ അതിൽ നിന്ന് പിടിച്ചതാണ് ഖലീലി, ഖലീലില്ലേ. അപ്പൊ ആ സദീഖാണ് ഖലീലി. അതിനങ്ങനെ പേര് വന്നത് ലി മുദാഖലത്തിഹി ഇയ്യാക, അയാളെ അദ്ദേഹം എന്താക്കി നിന്നിൽ അങ്ങനെ തന്നെ കയറി കൂടിയിട്ടുണ്ട്. സാധാരണ കൂടിപ്പോക്ക് എന്ന് പറയില്ലേപ്പാ. അപ്പൊ നിന്റെ മജ്ജയിലും മാംസത്തിലും നിന്റെ വാക്കിലും പ്രവർത്തനത്തിലൊക്കെ അയാളങ്ങ് കയറിപ്പോയി. വൽ ഖുല്ലത്തു തൻഖതിഉ യൗമ, അപ്പൊ ഇവിടെ ഖുല്ലത്ത് ഇല്ലാന്നല്ലേ, ആർക്കും ഇല്ലാന്നാണോ? മോമിനീങ്ങളും തമ്മിൽ എന്തുണ്ട്? ഖുല്ലത്ത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അൽ മർഉ മഅ മൻ അഹബ്ബ എന്ന് പറഞ്ഞ പ്രകാരം. അപ്പൊ ഒരു ഖുല്ലത്തും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ള ചില ഭാഗങ്ങളുണ്ട്. അതാ പറയുന്നത് വൽ ഖുല്ലത്തു തൻഖതിഉ യൗമൽ ഖിയാമത്തി ബൈനൽ അഖില്ലാ, സുഹൃത്തുക്കളുടെ ഇടയിൽ ഖിയാമത്ത് നാളിൽ ഖുല്ലത്ത് മുൻഖതിയാകും. ഇല്ല ബൈനൽ മുത്തഖീങ്ങളുടെ ഇടയിൽ ഒഴികെ. എന്തുകൊണ്ട്? ലിഖൗലിഹി തആല അൽ അഖില്ലാഉ യൗമഇദിൻ ബഅ്ദുഹും ലിബഅദിൻ അദുവ്വുൻ, സുഹൃത്തുക്കൾ അന്നത്തെ ദിവസം ബഅദിന് അദുവ്വാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഇല്ലൽ മുത്തഖീൻ ഒഴിവാക്കിയില്ല, മുത്തഖീങ്ങൾ ഒഴികെ അവർക്കൊന്നില്ല, അദാവത്തില്ല. ഇനി വലാ ഷഫാഅത്തുൻ, ആയത്തിന്റെ ബാക്കിയാണ്, ഷഫാഅത്തുമില്ല. ഹത്താ തത്തക്കിലു അലാ ശുഫആഅ തശ്ഫഉ ലക്കും, നിങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യുന്ന ചില ഷഫാഅത്തിന്റെ മേൽ നിങ്ങൾ ആസ്പദം കൊല്ലാൻ പറ്റുന്ന ഷഫാഅത്തുമില്ല. അപ്പൊ ഇവിടെ ഷഫാഅത്ത് നഫി ചെയ്തു. വശഫാഅത്തുൽ മൻഫിയത്തു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നഫി ചെയ്യപ്പെട്ട ഈ ഷഫാഅത്ത് ഏതാ? ഹിയല്ലത്തി യസ്തഖില്ലു ബിഹാ ശഫീഉ, ഷഫീ സ്വന്തം ചെയ്യുന്ന ഷഫാഅത്ത് ഉണ്ടാവും. അല്ലാഹു തആല അനുവാദം കൊടുക്കുന്നു, സയ്യിദേ നീ അംറിന് ഷഫാഅത്ത് ചെയ്തു, നിന്റെ ഷഫാഅത്ത് ഞാൻ സ്വീകരിക്കാമെന്ന് പറയുന്നു. മേഖല ചെയ്യുന്നതിനെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ കൊടുത്തു വെച്ച് ശുഹദാക്കൾക്ക് ഷഫാഅത്ത് ഉണ്ടെന്ന് പറഞ്ഞു, മാതാപിതാക്കൾക്ക് മക്കളുടെ ഷഫാഅത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സ്വന്തം തനിക്കുന്ന ഷഫാഅത്ത്. എന്നിട്ടോ വയഅ്തിയ ബിഹാ, എന്നിട്ട് ആ ഷഫാഅത്തിനെ അയാൾ കൊണ്ടുവരാൻ അതിൽ അനുവാദം കിട്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ പോയിട്ട് ഷഫാഅത്ത് ചെയ്യുമെന്നാ പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് ഷഫാഅത്ത് സുബൂത്തുണ്ട് എന്നറിയിക്കുന്ന ധാരാളം ദലീൽ നമ്മളെ മുമ്പിൽ ഇങ്ങനെ നേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇസ്ബാത്ത് ചെയ്തത് വേറെ, നഫി ചെയ്തത് വേറെ എന്ന് വെച്ചോളാം. എപ്പം ബാദഅൻ ഫീഹ, ഷഫാഅത്തിന് സമ്മതം കൊടുക്കുന്ന ഒരു സമയമുണ്ട്, ആ സമയത്താണ്. അതിനുശേഷം ആർക്ക്? വഹിയ ലിമൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅ, ഒരാൾ മരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യാതൊരു ശിർക്കും ചെയ്യാത്ത വിഷയത്തിൽ ഒരാൾ മരിച്ചു വിധത്തിൽ, അയാൾക്ക് ഷഫാഅത്ത് കിട്ടും. അതിനുള്ള അർഹതമാനയാൾക്ക് കൊടുക്കാനുള്ള അധികാരവുമുണ്ട്. മനസ്സിലായില്ല? വൽ കാഫിറൂന, ചെറിയ കുട്ടികളെന്ന് പറയുന്ന ദിവസം നല്ല തിരിയുന്നുണ്ട്. ഒരു കൂട്ടർ പറഞ്ഞ് തിരിയുന്നേലെ അമ്മ വെറുതെ സമ്മാനം തീർക്കുകയാണ്. എന്താ പിന്നെ അവസ്ഥ? തിരിയുന്ന വൽ കാഫിറൂന, കാഫിരീങ്ങൾ. ഇവിടെ താരിഖൂന ലിസ്സക്കാത്തി മുപ്പറ കൊടുത്തിട്ടതാ. അപ്പൊ കഠിനമായ ശിക്ഷ ഇപ്പുറം പറയുന്ന അവസ്ഥക്ക് അംഫിക്കും താരിക്കണം, വാജിബായിരിക്കണം നാം മുപ്പറ കൊണ്ടുപോയത്. ഇനി വഈസാറുഹു അലൈഹി, ഈ താരിഖൂന ലിസ്സക്കാത്തി എന്ന് പറഞ്ഞതിന് പകരം കാഫിറൂന എന്ന് പ്രയോഗിച്ചെന്തിനാണ്? അത് ലിത്തഗ്ലീദി വത്തഹദീദ്, കുറച്ച് കടുപ്പം കൂട്ടാൻ വേണ്ടിയാണ്, ഗൗരവം കൂട്ടാൻ. ഏതുപോലെ കമാ ഖാല ഫി ആഖിരി സൂറത്തിൽ ആയത്തിൽ ഹജ്ജിന്റെ ബാബിലി അവസാനം പറഞ്ഞെന്താ? വമൻ കഫറ, ആരെങ്കിലും ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട, അല്ലാഹ് കനിയാണെന്ന് പറയുന്നത്. അവിടെ കഫറ എന്ന് ഉപയോഗിച്ചതുപോലെ
ഐ മക്കാന വമല്ലം യഹുജ്ജ എന്ന് പറയേണ്ട സ്ഥാനത്ത് എന്ന് പറഞ്ഞു വമൻ കഫറ എന്ന് പറഞ്ഞു. ഒന്ന്, വലിൽ ഈദാനി ബി അന്ന തർക സകാത്ത് മിൻ സിഫാത്തിൽ കുഫാർ, സകാത്തിനെ ഒഴിവാക്കുക എന്നുള്ളത് കുഫാറിന്റെ സിഫത്തിൽപ്പെട്ടതാണ് എന്നുള്ള അറിയിപ്പും അതിലുണ്ട്. രണ്ട് കാരണം പിന്നില്ലേ. ഖാലല്ലാഹു തആല വവൈലുൽ ലിൽ മുശ്രികീന അല്ലദീന ലാ യുഅ്തൂന അസ്സകാത്ത്, സകാത്ത് കൊടുക്കാത്ത മുശ്രിക്കീങ്ങൾക്കാണ് വൈല് എന്ന് പറഞ്ഞു. ഇവിടെ മുശ്രിക്ക് എന്നാ പ്രയോഗിച്ചത്, സകാത്ത് കൊടുക്കാത്ത. എന്തുകൊണ്ടാ പറയുന്നത്? ഈ പൈസയാണ് എന്താ കൊടുക്കാണ്ട് വെച്ചിട്ടുള്ള ആ പൈസയും കൂടി, ഈ പൈസയാണ് എന്നെന്താക്കുന്ന എല്ലാം നിലനിർത്തുന്നതും എൻ്റെ കാര്യങ്ങളൊക്കെ വിടുന്നും. അപ്പൊ എന്തായെന്നറിയോ, ഏറ്റിക്കാത് പൈസയിലേക്ക് പോയി അള്ളാനെ വിട്ടു. അള്ളാഹ് എന്നാ പറയുന്നത് എന്താന്ന്, ജഅലല്ലാഹു ലക്കും ഖിയാമൻ, നിങ്ങൾ നിലനിൽപ്പിന് ആധാരമാക്കിയത് അള്ളാഹ് ആക്കിയതാന്നാ പറയുന്നത്. ആക്കാണ്ടെന്ന വെറും കള്ളാസിന്റെ ഉണ്ടാകുന്നത്. ഇനി ഹുമുല്ലാലിമൂൻ, ലാലിമീങ്ങൾ അവർ തന്നെയാണെന്നാണ്. വൽകാഫിറൂന ലാലിമൂനാന്ന് മുബ്തദയിന്റെയും ഖബറിന്റെയും ഇടയിൽ എന്താക്കി ഹുമു കൊണ്ടാണ്. മുബ്തദയിൽ നിന്ന് എന്താക്കി ലമീർ എടുത്തിട്ട് അടവച്ച് രണ്ട് തെറഫിലും അലിഫ്ലാമും കൊടുത്തു. അവ രണ്ട് വിധത്തിലുള്ള ഹസറുണ്ട്. കാഫിരീങ്ങൾ എന്ന് പറഞ്ഞാല് അവർ തന്നെയാണ് ലാലിമീങ്ങൾ. ലാലിമീങ്ങൾ കവിഞ്ഞത് അവരാണ്. അല്ലദീന ലലമു അന്തു, ഇവർ ആരെ ലുൽമ ചെയ്തത്? മഫ്ഊല് വേണ്ടേ? ലലമു അൻഫുസഹും, അവരുടെ നഫ്സിനോട് തന്നെ ലുൽമ. ബി തഅലീലിഹാ ലിൽ ഇഖാബി, അല്ലാഹുവിന്റെ ഇഖാബിനെ അവർ അതിനെ ചോദിച്ചു മതി. വവളഉൽ മാല ഫീ, രണ്ടാമത്തൊന്ന് ലലമ എന്ന് പറഞ്ഞാൽ ഒരു സാധനം വെക്കേണ്ട സ്ഥലത്തല്ലാണ്ട് വെച്ചാൽ എന്താകും? ലാലിമാകും. മുസാഫിടത്തിന് മൂത്രച്ചോളി കൊണ്ടുവച്ചാൽ എന്തായി? കടുപ്പപ്പെട്ട ലാലിമായി. മനസ്സ് വിട്ടു പോകുമ്പോൾ എന്താകും? മൂത്രച്ചോളിൻ്റെ ഇടയിൽ പാർട്ടീഷൻ ചമ്പലിപാട് മുസാഫാടെ വെച്ച് നിന്നിട്ട് ഒഴിച്ച് എന്നാരെങ്കിലും പറയുന്നുണ്ടാ എന്നാ മുസാഫ് ഇവിടെ വെച്ചേ, നീ പോകുമ്പോൾ എടുക്കണ്ടെന്ന്. അല്ല ചൂടിപ്പടത്തിലിട്ട് ഇതൊക്കെ ഇപ്പം നടക്കുന്നത്. അപ്പം ഈ മുതലെന്താക്കി? ഫുഖറഹായി മസാക്കിന് കൊടുക്കേണ്ട മുതൽ ഇവന് ഉപയോഗിച്ചു എന്നാണ്. ഫി ഗൈരി മൗളിഇഹി വസറഫു ഇലാ ഗൈരി വജ്ഹിഹി, അതിന്റെ അർത്ഥം അതിന്റെ വജ്ഹല്ലാത്ത സ്ഥലത്തേക്ക് ചെലവാക്കി. അപ്പം ലാലിമാകാനുള്ള കാരണമാ പറഞ്ഞത്. ഇനി അള്ളാഹുവിനെ പറ്റി നന്നായിട്ട് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പം വാസ്തുവും പോയി, മറ്റേ പുരുഷനും പോയി, തമ്പുരാനും പോയി, എല്ലാവരും പോയി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, ഇതിന്റെ നല്ല രസകരമായ വ്യാഖ്യാനം നമ്മളെ പണ്ടത്തെ CD നോക്കിയാൽ കിട്ടും. മജീദുലർക്ക് 2.5 മണിക്കൂറാ വ്യാഖ്യാനിച്ചത്. അല്ലാഹു ഇത് മുബ്തദിയാണ്, ലാ ഇലാഹ ഇല്ലാഹു ഖബറാണ്. ബഹാദൽ ഇസ്മിൽ അഅ്ലം, ഇസ്മു ഹാദൽ ഇസ്മു അഅ്ലമുൽ അസ്മാഇ 99, 99 അസ്മാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും അഅ്ലമായ ഇസ്മാണ് അല്ലാഹ് എന്നുള്ള ഇസ്മ. എന്തുകൊണ്ടാണത്? ലിഅന്നഹു ദാലുൻ അലാ ദാത്തി, ദാത്തിന്റെ മേലെ അറിയുക, ദാത്തിന്റെ ഇസ്മാണ്. അപ്പൊ ദാത്തിന്റെ അലമന്താക്കൂല, പരിഭാഷ ചെയ്യൂല. അപ്പൊ അള്ളാഹുവിന്റെ തർജ്ജമ പരിഭാഷയാന്ന് പോലെ അത് തമ്പുരാനുള്ളതെന്നാണ്. എന്നാ പിന്നെ ഒരാൾക്ക് ജമീൽ എന്ന് പേരിട്ട സുന്ദരൻ എന്നെഴുതിയിട്ടാണോ കത്തും അഡ്രസ്സും ഹോസ്പിറ്റലിൽ എഴുതലി പരിഭാഷ ചെയ്തിട്ട്? അലമ് പരിഭാഷപ്പെടുത്തൂല എന്ന് ആർക്കും അറിയാത്തത്? മലപ്പുറം ലഹുറുൽ ജബലി അലമ് പരിഭാഷപ്പെടുത്തൂല, അതങ്ങനെ തന്നെ എഴുതലാണ്. അല്ല, അതിന് മറുപടിയാണ് തമ്പുരാൻ വിളിക്കുക എന്നുള്ളതിന് മറുപടി പറഞ്ഞാൽ അതിന്റെ മലയാള പരിഭാഷയാണ്. തമ്പുരാൻ അതിന്റെ പേര് അള്ളാന്റെ മലയാള പരിഭാഷ. അത് മുസ്തഖല്ലാത്തോണ്ട് പരിഭാഷ പറയാനും കഴിയില്ല. അത് ഖാലിഖിന്റെ മാനാക്ക് ഏറി പറഞ്ഞൊപ്പിക്കാൻ കഴിയില്ല. എന്നാൽ തന്നെ അറിയിട്ടില്ലല്ല. അതാ അലദാത്തി, ദാത്തിന്റെ മേലില്. എങ്ങനത്തെ ദാത്ത്? അൽ ജാമിഅത്തി ലിസിഫാത്തിൽ ഇലാഹിയത്തി കുല്ലിഹ, ഇലാഹിന് വേണ്ടുന്ന സിഫാത്ത് മുഴുവനും ഒരുമിച്ച് മുട്ടിയ ദാത്ത് എന്നർത്ഥം. അപ്പോ ഒരു വ്യാഖ്യാനത്തിൽ പറഞ്ഞ അല്ലാ യാ അല്ലാ എന്ന് വിളിച്ചാൽ
റഹ്മാനെ റഹീമെ മലിക്കെ ഖുദ്ദൂസെ സലാമെ നിങ്ങൾ തുടങ്ങിയിട്ട് അല്ലാഹു തആലാക്ക് ഇലാഹാകാൻ വേണ്ടി എന്തെല്ലാം അസ്മാണ്ട് അതെല്ലാം ഒറ്റ വാക്കിൽ വിളിച്ച സ്ഥാനത്താണ്. ചിലത് വിളിച്ചാൽ ഒരു ചെറിയ മായനേ ഉണ്ടാവുള്ളൂ, ചിലത് ഒന്നിലധികം മാന ഉണ്ടാവും. ഇവിടെ അല്ല, ഇത് മുഴുവനും ഉൾക്കൊള്ളിച്ചു. ഹത്താ ലാ യശുറു മിൻഹാ ശൈഉൻ. അപ്പം അതിൽ ആ സിഫാത്തുൽ ഇലാഹിയയിൽ നിന്ന് ഒന്നും പുറത്തു പോകൂല. ബസായിറുൽ അസ്മാവോ ലാ തദുല്ലു ആഹാദുഹ. അത് ഒറ്റക്ക് വിളിച്ചാൽ, ഒറ്റക്ക് വ്യക്തി ഒറ്റക്കല്ല, അതിൻ്റെ കൂടെ അള്ളാഹ് കൂട്ടാണ്ട് വിളിച്ചാൽ, ഉദാഹരണത്തിന് യാ റഹ്മാൻ എന്ന് വിളിച്ചാൽ റഹ്മത്തെ വിലയെ അറിയിക്കുന്നുള്ളൂ. യാ അല്ലാഹു യാ റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അള്ളാഹു കൂട്ടിയുണ്ടല്ലേ. ലാ തദുല്ലു അഹാദുഹ ഇല്ലാ ആഹാദിൽ മആനി. മാനിയുടെ ഒറ്റപ്പെട്ട മാനിന്റെ മേലല്ല അറിയിക്കൂല. എന്താ വ്യത്യാസം? എന്തെല്ലാം ഒറ്റപ്പെട്ട മാന? മിൻ ഇൽമിൻ, ഒന്നിക്ക് ഇൽമാക്കും. അലീമേ എന്ന് വിളിച്ചാൽ ഇൽമായിരിക്കും എൻ്റെ മധുരൂര്. ഖുദ്റത്ത്, ഖദീറെന്നോ ഖാദിറെന്നോ വിളിച്ചാൽ ഖുദ്റത്തായിരിക്കും. ഔ ഫിഅലിൻ, അല്ലെങ്കിൽ ഫിഅലായിരിക്കും. ഖാലിഖ് എന്നുള്ളത് ഫിഅലാണ്, മുഹീം മുമീത്ത് എന്നുള്ളത് ഫിഅലാണ്. വഗൈരി. അള്ളാഹു എന്ന് വിളിച്ചാൽ മുഴുവൻ അസ്മാ വിളിച്ച സ്ഥാനത്ത്. അത് രണ്ടാമത്തെ ന്യായം. ഇനി മൂന്നും വലി അന്നഹു അഖസ്സുൽ അസ്മാ. അസ്മാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും അഖസ്സായ അസ്മാകാണ്. അത് മറ്റൊരു ഇല്ലത്താണ്. എന്തുകൊണ്ട്? ഇത് ലാ യുത്ലിഖുഹു അഹദുൻ അലാ ഗൈരിഹി. അള്ളാഹു അല്ലാത്താക്ക് ആരും അത് ഉപയോഗിക്കാറില്ല. അബ്ദുർ റഹ്മാൻ എഴുതിയ പി എ റഹ്മാനാവും. കാരണം അബ്ദു എന്ന് പറയുമ്പോൾ ചേപ്പലല്ലേ, വലിയ തലക്കെട്ടിലും കെട്ടിയ ആളാകുമ്പോൾ അബുദ. അതുകൊണ്ട് എനിക്കിട്ട് ഒരു പി എ റഹ്മാൻ. അപ്പൊ അബ്ദുണ്ടാകും എന്താക്കും? പി എ അള്ളാന്ന് ആരും വിളിച്ച് കേട്ടിട്ടില്ല. വിളിച്ചേക്കുമ്പോ അപ്പൊ അള്ളാഹു തആലക്ക് ലാ ഹഖീഖത്തായിട്ടും വിളിക്കൂല, വലാ മജാസായിട്ടും വിളിക്കൂല. ഇപ്പൊ റഹ്മാന്, അതുപോലെ റഹീം, കരീം, അസീസ് എന്നൊക്കെ മജാസായിട്ട് ജനങ്ങൾക്ക് വിളിക്കാറുണ്ട്. ഒരു ഇജ്ജത്തുള്ള ആള്. ഇത് രണ്ട് നിലക്കും എന്താക്കൂല, ഉപയോഗിക്കൂല. വസായിലുള്ള അസ്മാഇ ഖദ് യുസമ്മാ ബിഹാ ഗൈറുഹു. മറ്റുള്ള അസ്മാ എടുത്താൽ അള്ളാഹു എല്ലാ താക്കും എന്താക്കും പ്രയോഗിക്കും. കൽ ഖാദിരി, ഖാദിർ എന്ന് പ്രയോഗിക്കുന്നില്ലേ? ഖിയാമു ഖാദിർ. നിസ്കാരത്തിന്റെ മൂന്നാമത്തെ റുക്നുണ്ടുമ്പോ ഖിയാമു ഖാദിർ നിൽക്കലാന്ന്. ഇത് നിൽക്കാൻ ഖുദ്റത്തുള്ള ആള് എന്നാണ് ഇതിനർത്ഥം. അങ്ങനല്ലേ? അതുപോലെ സമീഉം ബസീറ. സമീഉം ബസീറും ആക്കിയത് കൊണ്ട് അത് മജാസാണ്. അലീം, റഹീം മുതലായവ. ഇനി അപ്പം 2-3 ഇല്ലത്ത് പറഞ്ഞു. വയംബഗി അൻ യകൂന ഹല്ലുൽ അബ്ദി മിൻ ഹാദൽ ഇസ്ം. ഈ ഇസ്മിനാൽ ഒരു അബ്ദിന്റെ ഹല്ല് അവന് അനിവാര്യമാണ്. അത്തഅല്ലുഹു, അല്ലാഹി തന്നെ ബോണ്ട് പിടിക്കുക. സകല അഷ്യാക്കളെ കണ്ടാലും ഏത് കണ്ടാലും അള്ളാഹു സൃഷ്ടിച്ചതായതുകൊണ്ട് ആ ദാല് കാണുമ്പോൾ മധുരിലേക്ക് കിട്ടുക. ഇത് സാധനം കണ്ട ഓ ഇത് അള്ളാഹു ഉണ്ടാക്കിയത്, മീനെ കണ്ട അള്ളാഹു ഉണ്ടാക്കിയത്, ഇറച്ചി. അപ്പം തന്നെ അതിൻ്റെ ആയത്തെല്ലാം പറയാനും കഴിയും. ഓരോന്നിനും ഒരു ഹല്ലുൽ അബ്ദ് ഉണ്ട്. സാധാരണ അസ്മാൽ റിയാദ പറയുമ്പോൾ ഹല്ലുൽ അബ്ദി, അബ്ദിന്റെ ഹല്ല് എന്താണ്? ഉദാഹരണത്തിന് റഹ്മാൻ എന്ന് പറയുമ്പോൾ എന്താകും? വെളിപ്പെട്ടവരാവട്ടെ വെളിപ്പെടാത്തവരാവട്ടെ അല്ലാഹു തആല പൊതുവേ റഹ്മത്ത് ചെയ്യുന്നവന്. അപ്പൊ ഇതിന്റെ വിവേചനമില്ല. അപ്പൊ ഹല്ലുൽ അബ്ദ് എന്താണ്? ഇവനെ ബഹുമാനിക്കുന്ന ആളാവട്ടെ ബഹുമാനിക്കാത്ത ആളാവട്ടെ, ഇവന് ആനുകൂല്യം കൊടുക്കുന്ന ആളാവട്ടെ കൊടുക്കാത്തവരാവട്ടെ, അവരോടും കാരുണ്യം ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹിനെ പോലെ ആവുന്നല്ല അതിന്റെ മാന. അപ്പൊ അള്ളയെ പോലെ അതിങ്ങനെ അള്ളയാകല് ആദ്യം തന്നെ ലംജലിത് പോലം വീട് എന്നവിടെ പറഞ്ഞു വെച്ചില്ലേ? എല്ലാം പുറത്തു പോയില്ലേ? അള്ളയാകണമെങ്കിൽ ഓനിക്ക് മക്കളുണ്ടാകാൻ പാടില്ല, വേറൊരാളെ ആകാനും പാടില്ല എന്ന് പറയുമ്പോ എല്ലാം കഴിഞ്ഞു പോയില്ലേ? അതാണ് ഹല്ലുൽ അബ്ദ്. തഅഫുബ് അള്ളാഹിനെ പറ്റി പറഞ്ഞാൽ എന്താണ്? ധാരാളം മാപ്പ് കൊടുക്കുന്ന ആള്. അപ്പൊ ഇവനോട് എന്തെല്ലാം ദുൽമ ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം ധാരാളം മാപ്പ് ഇവൻ കൊടുക്കണം. അപ്പൊ ഹല്ലുൽ അബ്ദ്. അതിനെല്ലാം ആദ്യം തഹഖുഖ്, തഅല്ലുഖ്, പിന്നെയോ തഖല്ലുഖ്, പിന്നെയും തഹഖുഖ് ഉണ്ട്. തഹഖുഖ് സാനി, അത് ഹിക്കമിൽ പറഞ്ഞില്ലേ? തഹഖുഖ് ആദ്യത്തെ തഹഖുഖ് ഏതാ? ഞാൻ ഇല്ലായ്മയെന്ന് ജനിച്ചവനാണ്. സമാസന്ദഷ്കാലി. അപ്പൊ ആ തഹഖുഖ് എന്താണ്? ഇവന്റെ ദുഅഫ്, ഇവന്റെ മസ്കനത്ത്, ഇവന്റെ ഇല്ലായ്മ, ഇല്ലാപ്പാട്ട്,
10 കൊല്ലം മുമ്പ് ഞാനില്ല. അപ്പൊ ഇല്ലാത്ത അവസ്ഥയിൽ ജനിച്ച് വരുമ്പോ ഒന്നും കൊണ്ടാണ്ടില്ല. കണ്ണും മൂക്കും നാക്കും ചെവിയും സകല നിയമത്തും തന്നത് വേറെ ആളാണ്. അപ്പൊ ഈ തഹഖുഖ് കൊണ്ടെന്തായി? ഉബൂദിയ്യത്ത് ഇവന്റെ ഇല്ലായ്മ കൊണ്ട് തഹഖുഖായി. അത് അവന്റെ ഉറച്ച വിശ്വാസമായി മാറി. ഇനി എന്ത് വേണം? ഞാൻ റബ്ബിനെ കൊള്ള കണക്ഷൻ കൊടുക്കണം. ഇതാണ് തഅല്ലുഖ്. റബ്ബിനെ കൊള്ള കണക്ഷൻ കൊടുക്കൽ എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ അസ്മാഉൽ. അപ്പൊ തഅല്ലുഖ് ആക്കി ചെല്ലിയിട്ട് എന്താക്കണം? അതുകൊണ്ട് തഹല്ലുഖ് ഉണ്ടാകണം. അപ്പൊ മറ്റൊരാളെ മുമ്പിൽ കിബറൊന്നും കാട്ടാൻ പാടില്ല. കിബറ് കാട്ടുമ്പോൾ മറ്റവനേക്കാണ് വിജയാളല്ലേ ഇവന്. നിനക്ക് കിട്ടിയതും മറ്റവനിക്ക് കിട്ടിയതും അള്ളാഹുവിനെ വെക്കുന്നല്ലേ. പിന്നെ നിനക്ക് ഇവരുടെ അധികാരം തന്നെ. അപ്പോഴാണ് അള്ളാഹുവിന്റെ വസൂല് കൊണ്ട് തഹഖുഖ് ഉണ്ടാകല്. അപ്പോൾ തഹഖുഖ് സ്ഥാനിയാണ് ഇവിടെ. തഅല്ലുഹു എന്ന് പറഞ്ഞാൽ വായനീബി, ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അയ്യകൂന മുസ്തഗ്രിഖൽ ഖൽബി വൽ ഹിമ്മത്തി ഫില്ലാഹി തആല. അവന്റെ കൽബും അവന്റെ ഹിമ്മത്തും അള്ളയിൽ തന്നെ മുങ്ങിയതാവുക. എന്താ കേൾക്കുക, എന്താ കാണുക, എല്ലാം ഉണ്ടല്ലോ. എല്ലാം അള്ളാഹുവിനെ വെക്കുന്നു. ആകാശം കണ്ടാൽ അള്ളാഹിൻ്റെ തന്നെ, സൂര്യൻ കണ്ടാൽ അള്ളാഹുവിൻ്റെ തന്നെ, ചന്ദ്രൻ കണ്ടാൽ അള്ളാഹുവിൻ്റെ തന്നെ, ഇവന്റെ കണ്ണും അള്ളാഹിൻ്റെ തന്നെയാണ്, മൂക്കും അള്ളാഹ് തന്നെ. അപ്പൊ മഖ്ലൂഖാത്ത് കാണുമ്പോൾ ഖാലിഖിനെ കാണുക, കൗന് കാണുമ്പോൾ എന്താക്കുക? മുക്കവ്വിനെ കാണുക. അപ്പോഴോർമ്മ. ലാ യറാ ഗൈറഹു, ഗൈറിനെ കാണാൻ പാടില്ല. വലാ യൽതഫിതു ഇലാ സിവായിലേക്ക് തിരിഞ്ഞു നോട്ടവുമില്ല. വലാ യർജു വലാ യഖാഫു ഇല്ലാ ഇയ്യാ, ഖൗഫും റജാവും എല്ലാം അല്ലാഹുവിലേക്ക് മാത്രം. ഇതാണ് അതിന്റെ മാന തഅല്ലുഹ്. വകൈഫ ലാ യകൂനു കദാലിക, ഇങ്ങനെ ആവാതിരിക്കുമോ? എങ്ങനെ ആവാതിരിക്കുക? എന്തുകൊണ്ട്? വഖദ് ഫുഹിമ മിൻ ഹാദൽ ഇസ്മി അന്നഹുൽ മൗജൂദുൽ ഹഖീഖിയുൽ ഹഖ്, ഹഖായ ഹഖീഖിയായ മൗജൂദ് അല്ലാഹു ആണെന്ന് ഈ ഇസ്മിൽ കൂടി അറിഞ്ഞു. മറ്റുള്ള എല്ലാം എന്താണ്? ഉണ്ടാക്കിയിട്ടുണ്ടാകാം. എപ്പോഴാണ് ഇവിടുന്ന് ഉറപ്പാക്കുന്നത്? ഉണ്ട് എന്ന് പറയുമ്പോൾ ഇല്ല എന്നും പറയാം. വകുല്ലു മാ സിവാഹു ഫാനിൻ വഹാലികുൻ വബാതിലുൻ, അല്ലാഹു അല്ലാത്ത മറ്റു വസ്തുക്കളും മുഴുവനും നശിക്കുന്നതാണ്, ഹാലിക്കാണ്, ബാത്തിലുമാണ്. അപ്പൊ ഫയറാ നഫ്സഹു അവ്വല ഹാലിക്ക് വബാതിൽ, അപ്പൊ സ്വന്തം നഫ്സായിരിക്കും ആദ്യത്തെ ഹാലിക്ക്. എന്തുകൊണ്ട്? ഹാലിക്കാവല് കുറച്ച് പ്രയാസമുണ്ട്. കൺമുമ്പിൽ തന്നെ കാണുന്നുണ്ടാവുമല്ലോ. അതിനുശേഷം അതിനേക്കാണ് കടപ്പാന്നത് സ്വന്തം നഫ്സ് ഫനാകാല്. ഗായിബന്താക്ക 2 ദിവസം കാണാണ്ടെന്നാൽ അതങ്ങോട്ട് മറന്നിട്ട് ചിലപ്പോൾ ഇവന്റെ ശ്രദ്ധയിൽ ഇല്ലാണ്ടാകാനാണ്. അപ്പൊ ഏറ്റവും പ്രയാസമേറിയ ഫനാകാണ് നഫ്സിന്റെ ഫനാകാണ്. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൈസു ഖാല അസ്ദഖു കലിമത്തിൻ ഖാലഹാ ശാഇറുൻ, ഒരു ഷായിർ പറഞ്ഞ കലിമത്തിൽ ഏറ്റവും സത്യമുള്ള വാക്യതാണ് കലിമത്തു ലബീദിന്റെ കലിമത്താണ് എന്ന് പറഞ്ഞു. ഏതാ ലബീദ് പറഞ്ഞത്? അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ഒന്നുണ്ട്, വകുല്ലു നഈമിൻ ലാ മഹാല തസായിലൂൻ. അവിടെ എന്താക്കി? ബാജൂരി ഇമാം ശരടക്കം പറഞ്ഞു, അള്ളാഹുവിന്റെ സ്വർഗീയമായ നിഅമത്തൊഴികെ കുല്ലു നഈമിൽ നിന്ന് എന്താക്കണം? സ്വർഗത്തിൽ നിന്ന് അള്ളാഹു തആല ഔലിയാക്കൾക്കും സാലിഹീങ്ങൾക്കും കൊടുക്കുന്ന നിഅമത്ത്, അത് എന്തില്ല? സായിലല്ല. അപ്പൊ അമ്മച്ച് വെച്ചൂടാ. അപ്പൊ ലബീദ് പറഞ്ഞ ദുനിയാവിലേക്ക് നോക്കിയിട്ടായിരിക്കും. അത് എപ്പോഴാണോ കയ്യൂമിയ്യത്ത് പിൻവലിക്കുന്നത് അവിടെ അങ്ങ് ചോർന്നു. ഇനി ലാ ഇലാഹ ഇല്ലാഹു അൽ ജുംലതു ഇലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയുന്ന ജുംല ഖബറുൽ മുബ്തദഇ, മുബ്തദയുടെ ഖബറാണ്. മുബ്തദ എവിടെ? വഹുവൽ ജലാല, അല്ലാഹു എന്ന ജലാലത്താണ് മുബ്തദ. വൽ മഅന അനതന്ദ അന്നഹുൽ മുസ്തഹിഖു ലിൽ ഇബാദതി, ഇബാദത്തിന് അർഹതപ്പെട്ടവൻ അവൻ മാത്രമാണ് എന്നായി. ഹുവാന്റെ ദമീറടുത്തേക്ക് മടങ്ങുന്ന മുബ്തദയിലേക്ക്. ലാ ഗൈറുഹു, മറ്റോളം ഇബാദത്തിന് പറ്റൂല. ഇനി വലി തൗഹീദി സലാസു മറാത്തിബ, ഇവിടെ തൗഹീദാ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് തൗഹീദുൽ മുബ്തദിഈൻ, പ്രാരംഭക്കാരുടെ തൗഹീദ്. അതേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. വ തൗഹീദുൽ മുതവസ്സിതീൻ, നടുക്കുള്ളവരാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, അപ്പം മുഖാത്തബായി.
അല്ലേ? ലിഅന്നഹും ഫീ മഖാമി ശുഹൂദ്, അവർ ശുഹൂദിന്റെ മഖാമിൽ നിൽക്കുമ്പോൾ ഇപ്പൊ മുഖത്തല്ലാഹുൽ ഖിതാബു, അതിന് മുഖത്ത് എന്താ അന്താന്ന് പറയുന്നില്ലേ? വഅമ്മൽ കുമ്മലു, അതാണ് മൂന്നാമത്തെ. അപ്പൊ കേറുന്നു. ഫയസ്മഊന തൗഹീദ, തൗഹീദിനെ അവർ കേൾക്കുന്നത് മിനൽ വാഹിദിൽ അഹദായ അല്ലാഹുവിന്റെ വക്കുന്നത് തന്നെയാണ്. വഹുവ ലാ ഇലാഹ ഇല്ലാ അനാ എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ കേട്ടോളാം, അല്ലേ? എന്തുകൊണ്ടാണത്? ലിഅന്നഹും ഫീ മഖാമിൽ ഫനാഇൽ കുല്ലി, കുല്ലിയായ ഫനായിലുള്ളത് പറയും. അതാരാണ്? വഹുമുൽ അംബിയ, അംബിയാക്കളാണ്. അപ്പൊ അമ്പിയാക്കൾക്കുണ്ട്, ഫനാ ഉണ്ട്, അതുപോലെ തന്നെ ജദുബ് ഉണ്ടാകും. അപ്പൊ ജദുബ് എന്ന് ഭ്രാന്തൻ അർത്ഥം വെച്ചിട്ട് എനിക്കെതിരെ ചോദ്യം വന്നു. അമ്പിയാക്കള് ഭ്രാന്തന്മാരാന്ന് അർത്ഥം വെച്ചു. അതിന് ആദ്യം ഭ്രാന്തയുടെ ചെയ്ത് ജദുബിന് ഭ്രാന്തൻ അർത്ഥം വെച്ചതാ ഭ്രാന്തായത്. ജദുബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അൻവാറുകളെ കൊണ്ട് അള്ളാഹു അങ്ങോട്ട് ഓറെ വലിച്ചെടുക്കലെന്നാണ്, മറ്റൊന്നിലേക്ക് തിരിയാൻ വിടാണ്ട്. അതന്നെ പല അഷ്റുമിന്നും ഷൈഉൻ നസ്ല, അവരുടെ വക്കൽ നിന്ന് പറഞ്ഞിട്ട് ഷൈ ഉണ്ടാവില്ല. ഇനി വലഫളു ഹുവ, ഈ ഹുവ എന്നുള്ള ലഫ്ള് ഉണ്ടല്ലോ, ഇശാറത്തുൻ ഇലാ മഖാമിൽ മുഖറബീങ്ങളുടെ മഖാമിലേക്ക് ഇശാറത്താണ്. അത് റാസിയിൽ നല്ലോണം പറഞ്ഞിട്ടുണ്ട്. ആരാണത്? വഹുമുല്ലദീന നളറു ഇലാ മാഹിയാത്തിൽ അശ്യാഇ വഹഖായിഖിഹാ മിൻ ഹൈസു ഹിയ, ഏത് വസ്തുക്കളുടെ മാഹിയാത്ത് വെച്ചാൽ ആ സാധനം, അതിന് തനിമ, അതിന്റെ ഹക്കായിക്കും അതിന്റെ രൂപത്തിൽ കണ്ടു എന്ന് പറഞ്ഞാലോ, ഇതിനെ മറ്റൊരാൾ ഉണ്ടാക്കിയിട്ട് ഈ കോലത്തിലായതാണ്. അവന്റെ ഇൽമും അവന്റെ ഇറാദത്തും അവന്റെ കുദറത്തും എല്ലാം കൂടെ സമ്മേളിച്ച സമ്മേളനമാണിത്. ഇൽമു കൊണ്ടുണ്ടാക്കി ഇഹാത്ത ചെയ്തിട്ട് ഇറാദത്ത് കൊണ്ട് തഹ്സീസാക്കിയിട്ട് കുദറത്ത് കൊണ്ട് അതിനെ പുറത്തു വിട്ടതാണ്. അതിനാണ് പാലും തേനും മീനും എല്ലാം ഉണ്ടായത്. അപ്പൊ അള്ളാഹു അല്ലാത്തൊരു മൗജൂദിനെ അവർ കാണൂല എന്നുള്ളത് സംശയമില്ലല്ലോ. ഹക്ക് സുബ്ഹാനഹു വ തആലയാണ് ദാത്തിന് വേണ്ടി മൗജൂദായത്. അവൻ മൗജൂദും ബിൽ വുജൂദ്, ഫിയല്ല. ഫിയാക്കി കഴിഞ്ഞാൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതാ ഈ സാധനത്തിൽ അല്ല മൗജൂദ എന്നോടത്ത വന്ന് കാണിച്ചാൽ തെറ്റ. അപ്പൊ അള്ളാഹു തആലക്ക് മഹല്ല് പറയില്ലേ. പിന്നെ ഞാൻ പറയല് എല്ലാവരും ചെല്ലുന്നില്ല, എല്ലാവരും തെറ്റിയല്ലേ മുൻ ചൊല്ലിക്കൊള്ളുന്ന. അതല്ല അവസാനം വെച്ചേ എല്ലാവരും വസ്തു കാത്തിട്ട് മഴത്ത് വെക്കുന്നുണ്ട്. എന്നാ നീ മയമുണ്ടോ? നീ അവിടെ തണലിൽ കയറിക്കുന്നുണ്ടല്ല, എന്നാ എല്ലാവരും മയമുണ്ടെന്ന് ഞാനും കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ കൊട പിടിക്കുന്നുണ്ട്, 99 ആള് മയ കൊള്ളുന്നുണ്ട്, ഞാനും കൊണ്ടൊക്കെ വെച്ചാൽ നിൽക്കൂല. അള്ളാഹു അല്ലാത്ത ഒന്ന് മുംകിനുൻ, അതിനാണ് മുംകിൻ എന്ന് പേര്. അള്ളാഹ് ഉണ്ടാക്കിയപ്പോ ഉണ്ടായി, ഇല്ലെങ്കിൽ ഇല്ല. ഖാല ശൈഖി പറയുന്നു, അദ്ദിക്റു ബിലാ ഇലാഹ ഇല്ലല്ലാഹു കൊണ്ടുള്ള ദിക്റാണ് അഫ്ളലു എന്ന്. ഹദീസ് അങ്ങനെയാണല്ലോ, അഫ്ളലു ദിക്ർ മിനദ്ദിക്രി ബികലിമത്തി അല്ലാഹ് അല്ലാഹ് എന്ന് ചൊല്ലുന്ന ദിക്ർ കൊണ്ടിനാക്കണം അഫ്ളലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തുകൊണ്ട്? നഫിയുണ്ട് ഇസ്ബാത്തുണ്ട്. അപ്പൊ പടപ്പുകളെ ഹാലെല്ലാം നഫി ചെയ്ത് ഒന്നിനും ഇലാഹാകാനുള്ള യോഗ്യതയില്ല. അപ്പൊ ഈ കാണുന്ന ഇലാഹിയത്ത് അല്ലാത്ത വേറെ ചില യോഗ്യതകളുണ്ടല്ലോ, അത് മറ്റോ കൊടുത്തിട്ട് കിട്ടിയത്. എന്നതുകൊണ്ടും അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് റാത്തീബിൽ ആദ്യം മുന്തിച്ചിട്ടല്ലേ അല്ലാഹിലേക്ക് ഹൂയിലേക്കെല്ലാം കിടക്കുന്നത്. ഇന്ദൽ ഉലമാഇ ബില്ലാഹ്, ആരിഫീങ്ങൾ എടുക്കൽ. അത് കാരണം ലിഅന്നഹാ ജാമിഅത്തുൻ ബൈന നഫി വൽ ഇസ്ബാത്ത്. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നഫിയുടെയും ഇസ്ബാത്തിന്റെ ഇടയിൽ ഒരുമിച്ച് കൂട്ടി. വഹാവിയത്തുൽ സിയാദത്തിൽ വൽ മാരിഫ, ഇൽമിന്റെയും മാരിഫത്തിന്റെയും സിയാദത്തിന് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്ന്. ഇതില് സിയാദത്ത് പറഞ്ഞില്ലേ, ലാ ഇലാഹ എന്ന് പറയുമ്പോൾ ഒരു ഇലാഹു ഇല്ല എന്നല്ലേ. അപ്പൊ ഉലൂഹിയത്തിന്റെ പദവിയിൽ എത്താവുന്ന ഒരൊറ്റ സാധനം ഇവിടെ ഇല്ല എന്നല്ലേ പറയുന്നത്. എന്താണ് അതിന് ന്യൂനത വന്നത് എന്ന് പറയുമ്പോൾ കായിനാത്തിനെ കുറിച്ച് പഠിക്കണം. ആദ്യം വട്ടപൂജയായിരുന്നു, പിന്നീട് വേറെ തന്നെ അവന്റെ ഇറാദത്ത് കൊണ്ടും ഇൽമു കൊണ്ടും ഇറാദത്ത് കൊണ്ടും ഖുദ്റത്ത് കൊണ്ടും ഉണ്ടാക്കിയതാണ്.
എന്നിട്ടോ പടച്ചു വിട്ടിട്ടല്ല, പിന്നെ ഇംദാദ് ഓരോ സെക്കൻഡിൽ ഓരോ ആനിലും ഇംദാദ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ നിർത്തി വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ, ഒന്നും അറിയാത്ത അവസ്ഥയിൽ നിങ്ങൾ പ്രസവിച്ച് വീണ്. പിന്നീട് വന്ന് നോക്കുമ്പോൾ കാര്യം പഠിച്ച് ഗ്രാജുവേറ്റ് ആയി, പിന്നെ ഇൽമ പഠിച്ച് അങ്ങോട്ട് ഓതി മുഫസ്സിറായി മുഹദ്ദിസായി, പിന്നെ ഇജ്തിഹാദ് ചിലപ്പം ബാധിച്ചേക്കും. ഇപ്പൊ തോന്നല് ഷാഫി ഇമാമിനെ കടന്നിനുള്ളി ചേറിയിട്ടുണ്ടാ. അപ്പൊ സിയാദത്തുൽ ഇൽമ മഅരിഫത്തും അതിലുണ്ട്. മറ്റേതിന് അത്രത്തോളം അറിയാനുണ്ടാവില്ല. അപ്പുറത്തിലേ ഉള്ളൂ വെറും അല്ലാഹ് എന്ന് പറഞ്ഞാൽ ദാത്തുൽ മുഖദ്ദസത്തിന്റെ സിഫാത്തെ പഠിക്കുന്നു. കായിനാത്തിലേക്ക് നോട്ടയില്ല. കായിനാത്ത് എന്താണ്, അതിന്റെ അവസ്ഥ എന്താണെന്ന് തിരിഞ്ഞു നോക്കുന്നേ ഇല്ല. വഅഫാദനി അയ്ളൻ, എന്ന് ശൈഖ് പറഞ്ഞിരിക്കുന്നു, ഇദാ ഖുൽത ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ പറഞ്ഞാൽ ഫശാഹിദ് ബിശ്ശുഹൂദിൽ ഹഖാനി, യഥാർത്ഥത്തിലുള്ള ഷുഹൂദ് കൊണ്ട് നീ മുശാഹദ ചെയ്യണം. ഫനാ അഫ്ആലിൽ ഖൽഖി, പടപ്പുകളുടെ അഫ്ആല് ഫനാവും. എന്തെങ്കിലും അഫ്ആലുണ്ടെങ്കിൽ വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. വസിഫാത്തിഹിം, അവരുടെ സിഫാത്തിന്റെ ഫനായിനെ നീ മുശാഹദ ചെയ്യണം. അഥവാത്തിഹിം, അവരുടെ ദാത്തിന്റെ. അപ്പൊ ദാത്ത് സിഫാത്ത് അഫ്ആലല്ലേ, അപ്പൊ കംപ്ലീറ്റ് എന്തായി, കായിനാത്തിനെ ഒഴിവാക്കണമെന്നായി. എന്തിന്റെ മുമ്പിൽ? അമാമ അഫ്ആലിൽ ഹഖി, ഹക്കിന്റെ അഫ്ആലിന്റെ മുമ്പിൽ. ഹക്കിന്റെ അഫ്ആലിന്റെ മുമ്പിൽ അതിനാക്കണമെന്നില്ലേ? നട്ടുച്ച വെയിലത്ത് സൂര്യൻ ഉദിച്ചിട്ട് കഴിഞ്ഞ് സമ്മർ സീസണിന്റെ മാതിരി സൂര്യനിങ്ങ് വന്നിട്ട് അടക്കൊരു മുഖത്തിനും കത്തിച്ച് വെച്ചാൽ ഈനും പ്രകാശം ഉണ്ട്. പക്ഷെ അതിലേക്ക് ചേർത്തിട്ട് ഇതിന് മതി, ഇതെന്തിന്റെ ഭാഗത്തിലെത്തി? ഇത് കടിച്ചാൽ എന്താ വരാൻ പോകുന്നു? അല്ല, ഈ ഹക്കായിക്കെതിരെ നല്ല മിസാലൊന്ന് 10 വയസ്സുള്ള കുട്ടിയാ പറയുന്നു. വലിയ ഹക്കായിക്കെതിരാൻ ഇത്ര മാത്രം പറ്റുന്ന മിസാലില്ല. അപ്പോ സൂര്യപ്രകാശത്തിന്റെ മുന്നിൽ ഒരു മെതിരി ബൾബ് കത്തിച്ചാൽ ഒന്നിനുമില്ല. ആക്ക് ചൂണ്ടിക്കാണിച്ചാലും ഇവിടെ കിട്ടൂല. ഇതാ കത്തുന്ന കാണുന്നില്ലേ? അതുകൊണ്ടല്ലേ രാത്രി ഇട്ട ബൾബ് പകല് കടത്താൻ ഞാൻ എന്താക്കും, പിറ്റേന്ന് മഗ്‌രിബാകുന്നവരെയും കത്തും. അതാണ് ലഖദ് കുന്തു ഖിദമൻ ഫീ മിൻ ഖബ്ല അൻ യുഖ്ലഖൽ ഗിതാ അൻ യക്ശഫൽ ഗിതാ ലൻതു ബിഅന്നി ശാകിറുൻ ലക ദാകിറൂൻ. ഞാൻ കുറച്ച് ഇരുട്ടത്തായ സമയമുണ്ട്. അന്നേരം വിചാരിച്ച് ഞാൻ ഷാക്കിറാണ്, ഞാൻ ദാക്കിറാണ്, ഞാൻ മദ്കൂർ അന്നേരം വിചാരിച്ചു. ഫലമ്മ അല്ലാഹ് സുബ്ഹ്, നേരം വെളുത്ത് വെളിച്ചം വന്നപ്പോൾ നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് തിരിഞ്ഞത്, ഞാനല്ല. അല്ലെങ്കിൽ എനിക്ക് എന്ന് ഉറങ്ങിക്കൂടെ? ഒറ്റർക്ക് പുതച്ച് ലേസിയുടെ പുതക്കുക. നട്ടുച്ചക്കം കൂടി കരിമ്പടം പോച്ച് ഉറങ്ങുന്ന സ്ഥലമാണെന്ന് വെച്ചാൽ ഗൾഫിൽ എന്ന് പറയാം. അല്ലേ? ഫലമ്മ അല്ലാഹ് സുബ്ഹ് അസ്ബഹത ഷാഹിദ ബിഅന്നക മദ്കൂറുൻ വദിക്റുൻ വദാകിറുൻ. ഇനി വഇദാ ഖുൽത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നീ പറഞ്ഞാൽ ഫശാഹിദ് ബിശ്ശുഹൂദിൽ ഹഖാനി ഐലൻ, നേരത്തെ ഹക്കായ ഷുഹൂദ് ഉണ്ടാക്കണം. ഒരു ബശറിനെ അല്ല കാണുക, അബ്ദുള്ള എന്നവരുടെ മകനായിട്ടല്ല കാണുക. അത് ആദി, അത് ഖുറൈശികളും അബൂജഹലും എല്ലാം കണ്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഴുവൻ മഖ്ലൂഖാത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് പ്രത്യേകമായ എന്തെല്ലാം ഒരു അബ്ദിന് കൊടുക്കാനുണ്ടെന്ന് മുഴുവനും കൊടുത്തിട്ട് കമാലിന്റെ ഒലിക്കൊല്ലി കമാലിൻ ഫീഹി കമാൽ, നിങ്ങൾ കമാലായിട്ടുണ്ടെന്ന് എന്താണോ അതും ഓരോന്നും പൂർണ്ണമായി കൊടുത്തിട്ടുണ്ട്. ഒലിക്കൊല്ലി കമാലിൻ മിന്ന കമാൽ, അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കണം തങ്ങളെ കാണേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ബഖാ ഹാദൽ ഫൈദ് റബ്ബാനി അലാ സയ്യിദുൽ അംബിയാഇ വൽ മുർസലീൻ, ആയ സയ്യിദിന്റെ മേലെ ഈ ഫൈദ് എന്നും ചൊരിഞ്ഞു കൊടുക്കുന്ന, ഒരിക്കലും കൊടുക്കാത്ത സമയമില്ല. അപ്പം എന്താക്കും? മക്കാന ഫദ്ലുല്ലാഹി അലൈക അലീമാൻ. അപ്പൊ പണ്ട് കണ്ട നബി ആയിരിക്കും ഇപ്പുണ്ടതിൽ ദറജേറി. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. تتباهى بك العصور وتسمو بك علجاء بعدها علجاء. ഇവിടെ ഹംസിലും ഇവിടെ ഒതിയിട്ട വന്നു. ഓരോ കാലഘട്ടങ്ങളും തമ്മിൽ എന്താന്ന് ഇങ്ങനെ
പോരിശ പറയുന്നു. ആ ആദ്യ നൂറ്റാണ്ട് പറയും എൻ്റെ കാലത്താണ് നബി ഉണ്ടായി ജീവിച്ചിട്ട് മുബാശറത്ത് ചെയ്തത്. അപ്പം അവസാന കാലത്തിന് ആ പോരിശയില്ല. അപ്പം പറയുന്നത് നീ കണ്ട നബിനെ കാണാൻ വലിയ സ്ഥാനമുള്ള നബിനെയാണ് എൻ്റെ കാലത്തുള്ളത്. തങ്ങൾ മുഖേന ഒരു ഉന്നതി, അതിൻ്റെ അപ്പുറം ഉന്നതി, അതിൻ്റെ അപ്പുറം ഉന്നതി, ഇങ്ങനെ പോകും. അപ്പൊ പരലോകത്തെത്തുമ്പോ ഇപ്പം കണ്ട നബിയുടെ പദവി ആയിരിക്കും അന്നുണ്ടാവും. സല്ലല്ലാഹു അലൈഹി വസല്ലം. فإذا كان توحيد العبد على هذه الماهية, ഈ കോലത്തിലാണ് ഒരു അബ്ദിന്റെ തൗഹീദെങ്കിൽ فلا جرم أن توحيده يكون توحيدا حقيقيا حقانيا, അവന്റെ തൗഹീദ് എന്തായി? ഹഖീഖിയായ ഹഖാനിയ തൗഹീദ് മാറും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ലാ റസ്മി നഫ്സാനി, നഫ്സിൽ നിന്ന് പറഞ്ഞ ഒരു നാടൻ ചടങ്ങുണ്ടല്ലോ, അതാവൂല. നന്നായിട്ട് പറഞ്ഞു. ഇനി ഇലാഹാനുള്ള യോഗ്യതകൾ എങ്ങനെ ഉണ്ടെന്നു. അൽ ഹയ്യു, അത് ഖബറുൻ സാനിയാണ്. വഹുവ, ഈ ഹയ്യ് എന്നുള്ളത് ഫിൽ ലുഗത്തി, ഭാഷാർത്ഥത്തിൽ പറഞ്ഞാൽ മല്ലഹുൽ ഹയാത്തു, ഹയാത്തുള്ളതിനല്ല ഹയ്യ് എന്ന് പറയും. അത് വഹിയ സിഫത്തുൻ തുഖാലിഫുൽ മൗത വൽ ജമാദിയത, മൗത്തിനോടും എതിരാണ്, ജമാദിയത്തിനോടും എതിരാണ്. മൗത്താകുമ്പോ ഒന്നുമില്ല. ജമാദിയത്തിൽ എന്തുണ്ട്? ജമാദിയത്തുണ്ടെങ്കിലും ഹയാത്തില്ല. വതഖ്തനി അൽ ഹിസ്സ വൽ ഹറക്കത്തിൽ ഇറാദിയ, ഈ സിഫത്ത് തേടും ഹിസ്സിനെ. ഹിസ് എന്ന് പറഞ്ഞാൽ നുള്ളിയ നുള്ളറിയും, ഒച്ച വിട്ടാൽ ഒച്ച കേൾക്കും. അപ്പൊ സംസം ബസറും മറ്റെല്ലാം എന്താകും? ഇതിനോട് ലാസ്യമായിട്ട് വരും. അതിലെ മുമ്പേ നമ്മൾ പറഞ്ഞു, ഇതിപ്പോ ഒന്നിനെ പിൻവലിക്കാൻ വിചാരിച്ചാൽ ഭാഗികമായ സ്വിച്ച് ഒഴിവാക്കി ആ ബൾബ് മാത്രം കിടും. ഹൈജം കൊണ്ട് ഒഴിവാക്കിയാൽ മെയിൻ സ്വിച്ച് ഒഴിവാക്കിയാൽ പിന്നെന്താവും? എല്ലാം കിടും ഒറ്റയടിക്ക്. ഫാനും ഉണ്ടാവില്ല, മോട്ടറും ഉണ്ടാവില്ല, ബൾബും ഉണ്ടാവില്ല, ട്യൂബും ഉണ്ടാവില്ല. യൂസഫ് ബിഹിൽ ഇൻസാൻ, ഒരു മനുഷ്യന് വസ്തു പറയാൻ പറ്റിയതിൽ ഏറ്റവും അഷ്റഫ് ഏതാണ്? അൽ ഹയാത്തുൽ അബദിയ്യത്തു ഈ ദാരുൽ കറാമ, കറാമത്തിന്റെ നാടേടെന്ന് പരലോകം അല്ലേ? അവർക്ക് അബദിയായ ഹയാത്തുണ്ട് എന്ന് പറയലാണ് അഷ്റഫായത്. അപ്പൊ അംബിയാക്കള്, ശുഹദാക്കള് ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അതാ ഇന്ദ റബ്ബിഹിമിലെ കറാമത്തിന്റെ നാട്. എന്നാണ് ഇന്ദാന്ന് പറഞ്ഞാൽ അടുത്ത് സ്റ്റൂളും വെച്ചിരിക്കല്ലോ. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, ഹയാ ഏതാണ്? അൽ ഹയാത്തുൽ അബദിയ്യത്തു. ലോകത്തിലല്ല അപ്പുറം പറഞ്ഞത്. അന്ന് അല്ലാഹു തആലാക്ക് വസ്ഫ് പറഞ്ഞാൽ അസ്ഫനഹു ബിഹ, എന്തുകൊണ്ട്? ഹയാത്ത് കൊണ്ട്. വഖീല, അപ്പോഴാണ് ഇന്നഹു ഹയ്യുൻ എന്ന് പറയും. കാന മഅനാഹു അദ്ദാഇമുൽ ബാഖി അല്ലദീ ലാ സബീല അലൈഹി ലിൽ മൗതി വൽ ഫനാ, മൗത്തിനോ ഫനാഇനോ യാതൊരു മാർഗവുമില്ലാതെ ഹയ്യുൻ ദായിമുൻ ബാഖിൻ എന്ന മഅനാക്കാണ് ഹയാത്ത്. തൊട്ടാ ഷുഹൂറുണ്ടെന്ന് മഅന പറഞ്ഞില്ല. ഫഹുവൽ മൗസൂഫ് ബിൽ ഹയാത്തിൽ അസലിയത്തിൽ അബദിയ്യ, അപ്പോൾ എന്താകും? അസലിയും അബദിയും. അസലി എന്ന് പറഞ്ഞാൽ ഖദീം, അബദി എന്ന് പറഞ്ഞാൽ ദായിമുൻ ബാഖി, അങ്ങനെയുള്ള ഹയാത്ത്. ബൽ ഹയ്യുല്ലദീ ലാ യമൂതു എന്ന് വസ്ഫറയിലുണ്ട്. ഇനി അങ്ങനെ ആയിരിക്കവേ അപ്പൊ അള്ളാഹുവിന്റെ പൂർണ്ണമായ ഹദിയത്താണ് ഇപ്പം പറഞ്ഞു വന്നത്. പടപ്പുകളൊക്കെയുള്ള തിരിഞ്ഞോട്ടം ഇല്ലാത്ത ഒരവസ്ഥക്ക് എന്താക്കും? അഹദിയത്ത്. ഇവിടെ എന്താക്കും? അൽ ഖയ്യൂം, രണ്ടാമത്തെ വസ്തു. മുബാലഗത്തുൽ ഖായിം, ഖായിമിന്റെ മുബാലഗയാണ് ഇത് ഖയ്യൂം. അതുകൊണ്ട് വളരെ വളരെയധികം നിലനിൽക്കുന്നവൻ. ഫഇന്നഹു തആല ദായിമുൽ ഖിയാമി അലാ കുല്ലി ഷൈഇൻ, മുഴുവൻ വസ്തുക്കളുടെ മേലിലും ഖിയാമ ദായിമയായവനാണ് അവൻ. അപ്പൊ അള്ളാഹുവിന്റെ ശ്രദ്ധയിൽ നിന്ന് ഒരൊറ്റൊന്ന് പുറത്തു പോകില്ല. അവന്റെ കുദറത്തിന്റെയും ഇറാദത്തിന്റെയും തഅല്ലുഖില്ലാത്ത വലയത്തിൽ നിന്ന് ഒരു സാധനം പുറത്തു പോകില്ല. നമ്മന്റെ 10 സിഫാത്തിന്റെ വലയത്തിലാണ് ഓരോ ദിവസം വ്യക്തി കഴിയുമ്പോൾ ഉണ്ട് എണ്ണി വല്ലാണ്ട് ഹാക്കായി കുറച്ചധികം പറഞ്ഞു പിന്നെ അത് അടങ്ങറായത്. അതെല്ലാണ് ബി തദ്ബീരി അംരിഹി, അവന്റെ അമ്ര തദ്ബീറാക്കണം. ഇൻഷായിലും തർബിയത്തിലും അതിന് അനുയോജ്യമായ കമാലിലേക്ക് എത്തിക്കാൻ വേണ്ടി
വഹിഫലിഹി എന്താക്കണം, ശത്രുക്കളെ തൊട്ടും ആഫാത്തിനെ തൊട്ടെല്ലാം ഇതിനെ സംരക്ഷിക്കുകയും വേണം, അല്ലെങ്കിൽ ഇത് ഇല്ലാണ്ടായി പോകുന്നേ. ഖീല അൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളത് ഇസ്മുല്ലാഹിൽ അഅ്ലം എന്ന് കീലയുണ്ട്. ആ കീലിനെ മുഅ്തമദാക്കുന്ന ഇമാം ഖസാലി അല്ല റാസി റളിയല്ലാഹു അൻഹുവും നവവി ഇമാമും രണ്ടാളും അത് തന്നെയാണെന്നാണ്. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു കൂടിയ ഒരു സംഘമാണ് എന്താക്കുന്നത്, അള്ളാഹു ആണ്. ചുരുക്കത്തിൽ നമ്മക്കോ അള്ളാഹു ഹയ്യും ഖയ്യൂം അല്ല ഇസ്മുല്ലാഹ്. നമ്മ ഇതല്ല എടുക്കലാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ ഔലിയാഇഹി. വകാന ഈസാ അലൈഹിസ്സലാം ആയിരുന്നു ഇദാ അറാദ അൻ യുഹയ്യൽ മൗതാ, മരിച്ച ആളെ ജീവിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ യദൂ ബിഹാദ ദുആ യാ ഹയ്യു യാ ഖയ്യൂം എന്നുണ്ടാകും, ഹയാത്താക്കും. പക്ഷെ അത് റിസാലത്തിന്റെയും നബുവത്തിന്റെയും മർത്തബയിലാണ്. നമ്മൾ ചെല്ലെ ഹയാത്താവൂല, പക്ഷെ ആദിയ ചിലപ്പോൾ കിട്ടാണ്ടിരിക്കുകയും ചെയ്യൂല. ഓരോ മറാത്തിബിലും ഓരോ ഫലം കിട്ടലുണ്ടല്ലോ. അവാമുന്നാസിന്റെ മർത്തബയിൽ തുറന്നു കൊടുക്കുന്ന ഒരു സ്റ്റേജ് തുറക്കും, വിലായത്തിന്റെ മർത്തബയിൽ മറ്റൊന്ന് തുറക്കും, റിസാലത്തിന്റെ മർത്തബയിൽ മറ്റൊന്ന് തുറക്കും. എല്ലാം തുറന്നിട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അപ്പൊ എന്താ ഈ ബദർ യുദ്ധത്തിൽ സുജൂദിൽ കിടന്നിട്ട് ചെല്ലുന്നു, യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം. നമുക്കും ചെല്ലാൻ കഴിയും. ഷെയ്ഖ് പറഞ്ഞില്ലേ, മദീനത്തെ ഷെയ്ഖ് നമ്മളൊന്ന് പറഞ്ഞു, വയുഖാലു ദുആഉ അഹ്ലിൽ ബഹരി, കടലിൽ യാത്ര ചെയ്യുന്നവരുടെ ദുആ, ഇദാ ഖാഫു അവർ പേടിച്ചാൽ, അൽ ഗറഖ മുങ്ങിപ്പോകുമെന്ന് പേടിച്ചാൽ, യാ ഹയ്യു യാ ഖയ്യൂം എന്നാണ്. وعن علي بن أبي طالب رضي الله عنه أنه قال, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ലമ്മാ കാന യൗമ ബദരിൻ, ബദറിന്റെ ദിവസം വന്നപ്പോൾ, ജിഇതു ഞാൻ പോയി, അൻദുറു മാ യസ്നഉ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഈ അവസരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി പോയി. ഫൈദാ ഹുവ സാജിദ്, നോക്കുമ്പോൾ അല്ലാഹു റസൂൽ സുജൂദിലാണുള്ളത്. യഖൂലു യാ ഹയ്യു യാ ഖയ്യൂം, ഇതെന്നെ അല്ലെങ്കിൽ വേറെ സമയം തിരഞ്ഞെടുക്കാമല്ലോ. ഫതറദ്ദത്തു മർറാത്തിൻ, വീണ്ടും വീണ്ടും ഞാൻ എന്തായി പോയി നോക്കി, ഇനി എന്താന്ന് ബഹു അലാ ഹാലിഹി, അവസ്ഥയിൽ തന്നെയാണ്. ലാ യസീദു അലാ ദാലിക, മറ്റൊന്നും കൂട്ടിച്ചെല്ലുന്നില്ല. ഇലാ അൻ ഫതഹല്ലാഹു ലഹു സുബ്ഹാനഹു വ തആല, തങ്ങൾക്ക് ബദർ യുദ്ധം ഫതഹാക്കി കൊടുത്തില്ലേ. വഹാദാ യദുല്ലു അലാ അളമത്തി ഹാദൽ ഇസ്ം, ഈ ഇസ്മിന്റെ മഹത്വം ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കൂടുതൽ വരണ്ടാവും. വേണമെങ്കിൽ വേറെ കിതാബ് നോക്കണം, മഖ്സൂദുൽ ഹസൻ നോക്കണം, നവാമിൽ ബൈനാത്ത് നോക്കണം, ശംസുൽ മആരിഫുൽ കുബ്ര നോക്കണം, അങ്ങനെ ഫിഖ്ഹുൽ അസ്മാഉൽ ഹുസ്ന നോക്കണം. അങ്ങനെ ഇത്ര നൂറുകണക്കിന് കിതാബില്ലേ, അത് 10-25 ഇവിടെ ഉണ്ടാവണം. അപ്പൊ ഇസ്ബാത്താണ് ഇപ്പൊ അല്ലാഹു തആലക്ക് പറഞ്ഞത്, ഹയ്യാണ് ഖയ്യൂമാണ്. ഇനി ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, സിനത്തും ബാധിക്കൂല നൗമും ബാധിക്കൂല എന്ന് നഫിയാണ്. അതിന്റെ വ്യാഖ്യാനം നമ്മളെ മരീദുലാരോ പറഞ്ഞു അതൊന്ന് കേട്ടു നോക്കുക. ആ സിനത്ത് എന്ന് പറഞ്ഞാൽ സിനത്തും നൗമും ബാധിക്കൂല എന്നല്ലേ പറഞ്ഞേ. സിനത്ത് എന്ന് പറഞ്ഞാൽ സിഖാലത്തും മിനൻ നുആസ്, ഉറക്കം തൂങ്ങിയിട്ട് ഒന്നും തിരിയാണ്ട് കയ്യാണ്ടാകുന്ന ഭയങ്കര ബുദ്ധിമുട്ട്. ചെല്ലാനും കഴിയുന്നില്ല, ഒന്നാനും കഴിയുന്നില്ല, ഒന്ന് കടന്നിരിക്കണം എന്ന് പറയും. ശരിയായ ഉറക്കമല്ല. ഉറക്കത്തിന്റെ മുമ്പ് ശരീരത്തിനെ ബാധിക്കുന്ന ഒരുതരം കുഴച്ചലി, നമ്മളിങ്ങോട്ട് പറയാം കുഴച്ചലുണ്ടല്ലോ, അതാണ്. അതെ, ക്ഷീണമെന്നും പറയാം. പക്ഷെ നുആസ് ഇല്ലാണ്ട് ക്ഷീണം ഉണ്ടാകല, ക്ഷീണ അമ്മന്ന്. പിന്നെ നുആസ് അവ്വലൻ നൗമി, ഉറക്കത്തിന്റെ തുടക്കത്തിലാണ് നുആസ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പൊ ഇവിടെ സിനത്ത് തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ നോമില്ല എന്ന് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോന്നാ ചോദ്യം. പോവില്ല. അതാ തഖദീമു സിനത്തി അലൈഹി, സിനത്തിനെ അഞ്ഞക്കണം മുന്തിച്ചതിന്. മാ അന്ന ഖിയാസൽ മുബാലഗത്തില്ലാക്കസു, മുബാലഗ പറയണമെങ്കിൽ എന്തോണം, ആദ്യം വലുത് പറഞ്ഞിട്ട് പിന്നെ ചെറുതിനെ എഫി ചെയ്യേണ്ടി. വലിയാളും ഇല്ല കുട്ടികളും ഇല്ല, ആദ്യം വലുത് പറഞ്ഞിട്ടുണ്ടാക്കാം. അപ്പൊ വലുതായത് കൊണ്ടാണ് എഫീസയിൽ തൊന്നെടുക്കാൻ, അതിനേക്കാണ് ചെറുതിന് എഫീസയിലാണ് മുബാലക അല്ലേ. മീനും തിന്നു, അതിന് മുള്ളും തിന്നു. ഏതാ വലുത്? അവ തിന്നതിന്റെ മുബാലകയാണിത്. ഇതെന്തിങ്ങനെ കുടുങ്ങുന്നു?
ഖിയാസ് വേണ്ടത് എന്താണ്? ആദ്യം നൗമില്ല, നൗമില്ലെന്ന് മാത്രമല്ല സിനത്തും ഇല്ല എന്നാ പറയേണ്ടത്. അതാണ് തർത്തീബുൽ വുജൂദിൽ ഖാരിജി. അതിനാണ് ഖാരിജിയ വുജൂദിന്റെ തർത്തീബ് എന്ന് പറയുന്നത്. ഫൈനൽ മൗജൂദ മിൻഹും അവലൻ ഹുനസ്സുൻ സിനത്തു. നൗമും സിനത്തും നോക്കി ആദ്യം ഉണ്ടാകുന്നത് സിനത്താണല്ലോ. അപ്പൊ സുമ്മ യഅ്തരി ബഅദഹൻ നൗം, പിന്നീടാണ് നൗമ് അതിനെ പിടികൂടുക അല്ലേ. ചുരുക്കത്തിൽ മഖ്ലൂഖീങ്ങൾക്ക് പിടികൂടുന്ന തരത്തിലുള്ള ഒന്നും അല്ലാഹു തആലക്ക് തീണ്ടൂല എന്ന് പറഞ്ഞു വന്നു. മിനസ്സഹ്വി വൽ ഗഫലത്തി വൽ മലാൽ വൽ ഫത്ര. സഹ്വും ഉണ്ടാവില്ല, ഗഫലത്തും ഉണ്ടാവില്ല, മടിയും ഉണ്ടാവില്ല, അതിന് ഇടമുറിച്ചലും ഉണ്ടാവില്ല. ഇടം പറഞ്ഞാൽ പോയില്ലേ, ഒരു സെക്കൻഡ് പോയാൽ പോയി. ഫീ ഹിഫ്ളി മാ ഹുവ ഖായിമുൻ ബിഹിഫ്ളിഹി, അവൻ എന്തെല്ലാം സാധനം ഹിഫ്ള് ചെയ്യും എന്ന് വെച്ചുകൊണ്ടാണോ ഉള്ളത് അതിലെല്ലാം എപ്പോൾ സജീവം. വലാ യഅ്ദുലു ലഹു അവാരിദു തഅബി, തഅബിന്റെ ആരിദുകളൊന്നും അല്ലാഹു തആലാക്ക് പിടികൂടൂല. എങ്ങനത്തത്? അൽ മുഹവിജത്തി ഇലൽ ഇസ്റാ എന്ന കുറച്ചൊരു ആയത്തെടുത്തിട്ട് വല്ലാണ്ട് എന്ന് പറയില്ല. ഫലം യഅ്ജബി ഖൽഖിഹിന്ന എന്നാ പറഞ്ഞു. എന്നിട്ടല്ലേ ഫയസ്തരീഹ ബിൻ നൗമി, നൗമ് കൊണ്ട് റാഹത്തെടുക്കേണ്ടത്. അതുകൊണ്ട് ലിഅന്ന നൗമ അഖുൽ മൗത്ത്, നൗമ് എന്നുള്ളത് മൗത്തിന്റെ അഖാന്ന് എന്നാ പറഞ്ഞു, മരണത്തിന് തുല്യമാണെന്നാ പറഞ്ഞു. പിന്നെ എന്താ വ്യത്യാസം? അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, മൗത്തിന്റെ നേരത്തെ എല്ലാം സ്റ്റോപ്പാക്കി. വല്ലത്തി ലം തമുത്ത്, മരിച്ചിട്ടില്ലാത്ത നഫ്സുകളെ പിടിക്കും. ഫീ മനാമി, ഉറക്കത്തിൽ അവിടെ പിടിച്ചു വെക്കുന്നുണ്ടെന്ന്. അപ്പൊ തവഫി എന്നുള്ളത് ഉറക്കത്തിലുണ്ട്, മൗത്തിലുണ്ട്. വ്യത്യാസം എന്താ? ഫയംസുക്കല്ലത്തി ഖളാ അലൈഹിൽ മൗത്ത്, മൗത്ത് തീരുമാനിച്ചതിനെന്താക്കും? അവിടെ പിടിച്ചു വെക്കും. നിങ്ങൾ തടി കൊണ്ട് പോയിക്കോ, വളരെ കബർ വെച്ചോ എന്ന് പറഞ്ഞു. ലുഹറ, മറ്റേ ഇർസാലാക്കും. പിടിച്ചോന്ന് തന്നെ എന്തും ഒച്ചപ്പാടോ അല്ലെങ്കിൽ ബാങ്കോ സമയം എന്തോ കേൾക്കുമ്പോൾ എന്താക്കും? എണീക്കും. അവൻ വീണ്ടും മയാത്തായി. ഇതേ വ്യത്യാസമുള്ളൂ എന്ന് പറഞ്ഞു. തൗഫീണ്ട്, പക്ഷെ അത് നാമമാത്രമായി ഭാഗികമായിട്ടായിരിക്കും. അവിടെ ചെറിയ സീറോളപ്പ് കത്തിച്ചിട്ടാണ്, എല്ലാം ഓഫാക്കൂല, അതിനെ വെച്ചൂല്ലേ. ശ്വാസം കഴിക്കാനും മറ്റാവശ്യമായ എന്താക്കും? നമ്മ കാറില് നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞിട്ട് ബാക്കിയെല്ലാം ഓഫാക്കിയിട്ട് ഗിയർ മാറ്റിയിട്ടല്ലേ വയസ്സിട്ട് പോയിരുന്നത്. അപ്പം വണ്ടി ചലിക്കൂല. എന്താ അത് ഹിസ്റ്റേഴ്സ് പോയി എലിമിന് ഉറങ്ങുമോ? കൊതു അടിച്ച് ഉറങ്ങുന്നുണ്ടാ? കൊതു അടിയിട്ട് ഹിസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ടല്ലോ ഉറങ്ങാത്ത. അതെ, ഉണ്ടാവും. അപ്പൊ അത് റൂഹിന് തേച്ചു കൊടുത്തോണ്ട് ഇവിടെ എടുത്തിട്ടില്ലല്ലോ. ഇപ്പൊ എ സി ഇവിടെ അനങ്ങാണ്ട് വെച്ച വണ്ടി കുലിക്കുന്നില്ലല്ലോ. ഓടുമ്പോ കൊണ്ടലും കൊലിക്കലും ഇങ്ങനെ കുലിക്കുന്നില്ലേ? അപ്പൊ മൗത്തിന്റെ ലവാസിലും ഇവിടെ ഇല്ല. ഇനി എന്നാൽ ഈ ഉറക്കം അഹുൽ മൗത്തല്ലേ? ഈ അഹുൽ മൗത്താകുമ്പോ ഹയാത്തിന് ഓപ്പോസിറ്റില്ല. അപ്പൊ അത്ര കണ്ടിയാണ് മരിച്ചെന്നില്ലേ അർത്ഥമുണ്ടാകലി? അപ്പൊ അത്ര സമയം മരിച്ച്. അപ്പോൾ 6 മണിക്കൂർ ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ 18 മണിക്കൂർ ഹയ്യും 6 മണിക്കൂർ മയ്യത്തുമാണ് ഒരു മനുഷ്യൻ. 20 മണിക്കൂർ ഉറക്കം 4 മണിക്കൂർ ഹയാത്താണെങ്കിൽ നേരെ അക്സായി. അതുകൊണ്ട് വഹുവൽ ഹയ്യുൽ ഹഖീഖിയ്യു, ഹഖീഖിയായ ഹയ്യ് എന്ന് പറയണമെങ്കിൽ അല്ലാഹു തആല മാത്രമാണ്. ഫലാ യൽഹഖുഹു ലിദ്ദുൽ ഹയാത്തി, ഹയാത്തിന്റെ ലിദ് അവന് ചേരൂല. ഏതാണ് ലിദ്? സിനത്തും നൗമും. ഫകമാ അന്നഹു മൗസൂഫുൻ ബിസിഫാത്തിൽ കമാലി, കമാലിന്റെ സിഫത്ത് കൊണ്ട് അല്ലാഹു തആല മൗസൂഫാണ്. നേരത്തെ എന്താണ് ഹയ്യുൽ ഖയ്യൂം എന്നാണ് പറഞ്ഞത്. ഇതിനെന്താക്കുന്ന തൻസീഹാണ്. ഫഹുവ മുനസ്സഹുൻ അൻ ജമീഇ സിഫാത്തിൻ നുഖ്സാനി, നുഖ്സാനിന്റെ സിഫാത്ത് എന്താക്കും? തൻസീഹാക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ എന്താക്കി? തൻസീഹ് കൂട്ടിക്കൊടുത്ത്. റവിയ അന്ന മൂസ അലൈഹിസ്സലാം സഅലൽ മലായിക, മൂസ അലൈഹിസ്സലാം മലായികത്തിനോട് ചോദിക്കുന്ന യനാമു റബ്ബുന, റബ്ബ് ഉറങ്ങുമോ? ഫൗഹല്ലാഹു തആല ഇലൈഹിം, അപ്പോൾ മലായികത്തിലേക്ക് അല്ലാഹു തആല വഹി അറിയിച്ച് അയ്യൂഖിദൂഹു സലാസൻ വലാ യത്റുകൂഹു യനാമു, മൂസ അലൈഹിസ്സലാം ഉറങ്ങുമ്പോഴൊക്കെ ഉണർത്തണം എന്ന് 3 വട്ടം ഉണർത്തണം, ഉറങ്ങാൻ വിടാൻ പാടില്ല.
ثم قال പിന്നെ പറഞ്ഞ് ഖുദ് ബിയദിക ഖാറൂറത്തൈനി മംലൂഅത്തൈനി, രണ്ട് കുപ്പിയിൽ വെള്ളം നിറക്കുക, വെള്ളമോ പാലോ എന്തോ ആയിക്കോട്ടെ. ഫഅഖദഹുമാ, അതാണ് പിടിച്ച്. ഫഅഖദഹുന്നൗമു, അങ്ങനെ മൂസാ അലൈഹിസ്സലാമിന് ഉറക്കം പിടിച്ചപ്പോൾ ഫസാലത്താ, കൈമന്ന് കുപ്പി അങ്ങിട്ടളെ, ഫങ്കസറത്താ, പൊട്ടിപ്പോയി. അപ്പൊ ഈ ലോകം മുഴുവനും നിലനിർത്തുന്ന ഞാനങ്ങോട്ട് ഉറങ്ങിയാൽ ലോകം നിങ്ങളെ കുപ്പി തകർന്ന കണക്ക് എന്താവും, ലോകം തകരല്ലാണ്ടാന്ന് മിസാൽ കൂടി പഠിപ്പിച്ചിട്ടു. അപ്പൊ മൂസാ നബിക്ക് അന്ന് ഉറങ്ങും തോന്നിയിട്ടല്ല, അതിന്റെ ഹക്കുൽ യഖീനാക്കലുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് ചോദിച്ചില്ലേ, കൈഫ തുഹ്യിൽ മൗത, മൗത്താളെ ഹയാത്താക്കുന്നത് അവലം തോന്നി, വിശ്വാസമുണ്ട്. പക്ഷെ വലാക്കില്ല, കണ്ടപ്പം പറ്റുന്നുണ്ടാവുമല്ലോ. ഏത്? അതെ അതെ. ثم أوحى الله تعالى إليه إني أمسك السماوات والأرض, അതാണ് രണ്ട് കുപ്പിന്റെ സ്ഥാനം. ആകാശങ്ങളെയും ഭൂമികളെയും ഞാൻ പിടിച്ചു നിർത്തുന്ന ബി ഖുദ്റത്തി, എൻ്റെ ഖുദ്റത്ത് കൊണ്ട്. ഫലൗ അഖദനി നൗമുൻ ഔ നുആസുൻ ലസാലതാ, ഞാൻ അല്പം അശ്രദ്ധാനെങ്കിൽ ഇതെല്ലാം തകർന്നിട്ട് ഒന്നും ലോകം ഒന്നും ബാക്കി ഉണ്ടാവില്ല. ഇവിടുന്ന് വണ്ടിനെല്ലാം നിയന്ത്രിക്കുന്നില്ല, അല്ലെങ്കിൽ റോഡ് മുന്നിൽ എത്ര വണ്ടിക്കാൻ പോകാൻ ചെയ്യാം. ഇവിടുന്ന് സെന്ററിൽ നിന്ന് 1 സെന്റിമീറ്റർ പയച്ച ഇവിടത്തുമ്പോൾ എത്ര മീറ്റർ ദൂരം ഉണ്ടാവുന്ന വിചാരിക്കുന്നു. നേരെ പോകുന്ന വണ്ടി ഇവിടുന്ന് ചെറുങ്ങനെ വണ്ടി അടുത്തേക്ക് പോവുക. هذه القصة رواها الحافظ ابن كثير عن ابن عباس بلفظ إن بني إسرائيل سألوا موسى. പക്ഷേ ആ റിവായത്തിലുള്ളത് മൂസാ നബി ചോദിച്ചല്ല, മൂസാ നബിനോട് ഖൗമ ചോദിക്കുന്നു. കാൽ ഇത്തഖുല്ലാ എന്ന് പറഞ്ഞു. അപ്പം ഉറങ്ങുമെന്നുള്ള വിശ്വാസം മൂപ്പർക്ക് ഇല്ലാന്ന് തിരിഞ്ഞല്ലോ. ഫനാദാഹു റബ്ബുഹു യാ മൂസാ സഅലൂക ഹൽ യനാമു റബ്ബുക. അപ്പൊ ജനങ്ങൾ എന്താ ചോദിച്ചു, റബ്ബ് ഉറങ്ങുമോ എന്ന് ചോദ്യം ഉന്നയിച്ചതാണ്. റബ്ബ് ഉറങ്ങുമോ എന്ന് മൂപ്പർക്കല്ല അറിയേണ്ടത്. വഫിൽ ഹദീസിലുണ്ട്, ഇന്നല്ലാഹ ലാ യനാമു, അല്ലാഹു തആല ഉറങ്ങുകയില്ല. വലാ യംബഗീ ലഹു അൻ യനാമ, ഉറങ്ങാൻ പറ്റുകയും ചെയ്യൂല, പിന്നെ ലോകം ഉണ്ടാവില്ല. هذا جزء من حديث أخرجه مسلم في صحيحه. ഇമാം മുസ്ലിം തങ്ങൾ റിവായത്ത് ചെയ്ത അതിൽ നിന്നുള്ള ഒരു ജുസ് മാത്രമാണിത്. കാലിബിന്, അപ്പം ജുസ് കൊണ്ട് റിവായത്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അപ്പുറം ഇപ്പുറം താലൂക്ക് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ദുരൂഹത ഇല്ലാത്ത രീതിയിൽ അതിനെ അറിയുന്നതാക്ക് പറ്റും. ഖാലിബിനുൽ മലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഹാദാ ബയാനുൽ ഇസ്തിഹാലത്തി വഖൂഇൻ നൗമി മിൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വക്കൽ നിന്ന് നൗമുണ്ടാകൽ മുസ്തഹിലാണ് എന്നുള്ള ഒരു ബയാനാണ് ഈ സംഭവത്തിൽ കൂടി കാണിച്ചു കൊടുത്തത്. കണ്ടാ, ലിഅന്നഹു അജ്സുൻ, അത് അവിടെ അജ്സ് വന്നു. വല്ലാഹു തആല യതആല അൻഹു, അജ്സിനെ തൊട്ട് അല്ലാഹു തആല പരിശുദ്ധനാണ്. ഖാല അബൂ യസീദ് അൽ-ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലം യഫ്തഹ് ലി ശൈഉൻ ഇല്ലാ ബഅദ അൻ ജഅൽതു ലയാലിയ അയ്യാമാ. എനിക്ക് അല്ലാഹുവിന്റെ മാരിഫത്തിൽ നിന്ന് ഒരു ഫത്ഹും കിട്ടിയിട്ടില്ല. എത്ര വരെ? രാത്രികളെല്ലാം പകലാക്കി മാറ്റിയിട്ടല്ലാതെ എന്ന് പറഞ്ഞല്ലോ. രാത്രി സാധാരണ ഉറങ്ങാനോ ഉപയോഗിക്കല്, മൂപ്പർ ഇബാദത്തിന് ഉപയോഗിച്ചിട്ട് എന്താക്കും, ഹയാത്താക്കും. അപ്പൊ രാത്രിനെ പകലാക്കിയ കൊണ്ടാണ് എനിക്ക് അല്ലാഹുവിനെ വക്കുന്ന ഫത്ഹാത്തെല്ലാം കിട്ടിയതെന്ന്. വഖീല ഇസ്തറാ റജുലുൻ മംലൂകതൻ, ഒരു റജുല് ഒരു മംലൂകത്തിനെ വാങ്ങി, ഒരു അടിമ സ്ത്രീയെ. ഫലമ്മാ ദഖലൽ ലൈലു, രാത്രിയായപ്പോൾ ഖാല ഫുർസിൽ ഫിറാശ, പെണ്ണുങ്ങളോട് പറഞ്ഞ് വിരിപ്പ് വിരിക്കുന്നു. വിരിപ്പ് വിരിക്കുന്നു. അപ്പൊ നിങ്ങളെ സയ്യിദ് ഉറങ്ങുമെന്ന് വെച്ചു. സയ്യിദാരാ നല്ലതല്ലേ, ഉറങ്ങൂല. അപ്പൊ എന്റെ സയ്യിദാ നിങ്ങൾ ഉറങ്ങാൻ പാടില്ല. ഫഖാലത്ത് മംലൂകത്ത് പറഞ്ഞു, യാ മൗലായ അലക മൗല, നിങ്ങൾക്ക് വേറെ മൗല ഉണ്ടോന്ന്. കാല നഅമുണ്ട്. കാലത്ത് യനാമ മൗലാക്ക, ആ മൗല ഉറങ്ങുമോ? കാലല്ല. ഫഖാലത്ത് അലാ തസ്തഹി അൻ തനാമ മൗലാക്ക ലം യനം, നിങ്ങളെ മൗല ഉറങ്ങാണ്ട് നിങ്ങൾ ഉറങ്ങല് നിങ്ങൾക്ക് നാളെ കിടക്കുന്നില്ല എന്ന് ചോദിച്ചു. മൂപ്പറായാലും മതി. അത് കൽബ്, അതിനടുത്ത പക്വതയുള്ള കൽബ അതോടെ പിടിച്ചെടുക്കും. അതേപോലെ സാത്താനിക്കും അതിൻ്റെ നെട്ടൊരു മൈൻഡുണ്ട്. സാത്താൻ എന്ന് ശൈത്താനിക്ക് പറയുന്ന പേരാണ്. അപ്പം നിങ്ങൾ ഒന്ന് എത്തിച്ചു കൊടുത്താൽ എന്താക്കും, അപ്പം തന്നെ പിടിച്ചെടുക്കും, ചെറുതേ കിട്ടുള്ളൂ.
ഇനി വിസ്മത്തിലേക്ക് പോകുന്ന ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി. അതെന്താ? തഖ്രീറുൽ ഖയ്യൂമിയ്യതിഹി തആല. അല്ലാഹു തആല ഖയ്യൂമാണെന്ന് ഒറ്റ ഇസ്മുണ്ടല്ലേ പറഞ്ഞത്, അതിനെ തഖ്രീറാക്കലാണ്. വഹ്തിജാജും ബിഹി, അതുകൊണ്ട് തെളിവ് പിടിക്കലുമാണ്. ഖയ്യൂമാണ്, അതുകൊണ്ട് ആകാശം ഭൂമിയിലുള്ള സകലതും അവനെ കൊണ്ടാണ് നിലനിൽക്കുന്നതെന്നല്ലേ. അല തഫറുദിഹി ഫിൽ ഉലൂഹിയ്യത്തി, ഇലാഹ എന്ന വിഷയത്തിൽ അവൻ ഏകനാണ് എന്നതിൻ്റെ തെളിവ് പിടിക്കലുമാണ്. ലിഅന്നഹു തആല ഖലഖഹുമാ ബിമാ ഫീഹിമാ, ആകാശവും ഭൂമിയും അതിലുള്ള സകല വസ്തുക്കളടക്കം അവനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ജല്ല ജലാലുഹു. ഫകുല്ലു മൻ ഫീഹിമാ വമാ ഫീഹിമാ മിൽകുഹു, ആകാശമാവട്ടെ ഭൂമി അതിലുള്ള സകല വസ്തുക്കളും അവന്റെ അധികാരപ്പെട്ടതാണ് അല്ലേ. ലൈസ ലി അഹദിൻ മഅഹു ഫീഹി ശിർകത്തുൻ, അതിൽ ഒരാൾക്കും ഒരു വിഷയത്തിലും കൂറില്ല. വലാ ലി അഹദിൻ അലൈഹി സുൽത്താനുൻ, ഒന്നിന്റെ മേലിലും അതിൽ അധികാരവുമില്ല. അപ്പോൾ ഉണ്ടെന്ന് പറയുന്നതോ മജാസ്. മുഹമ്മദ് കയറിയിട്ട് വന്നില്ല എൻ്റെ സീറ്റാണ്, ഇവൻ്റെ സീറ്റാ, ഇവനെപ്പം പൈസ കൊടുത്തത്. ഹാൾട്ട് ചെയ്ത ബസ്സില്ലാത്തതിനെ കയറി മുണ്ടും വെച്ച് സാധനം വെച്ചിട്ട് എൻ്റെ സീറ്റാന്ന് പറഞ്ഞു. ആരെങ്കിലും എന്നോയും കലമ്പോ എന്താ എൻ്റെ അവകാശം പറഞ്ഞോട്ടെ. ഫലാ യജൂസു അൻ യുഅബദ ഗൈറുഹു, അതുകൊണ്ട് ആരാധിക്കപ്പെടാൻ അവനല്ലാത്ത മറ്റൊന്നും ജായിസല്ല. എന്ന് ചോദിക്കുന്ന മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു, അവൻ്റെ അടുക്കൽ ശഫാഅത്ത് ചെയ്യാൻ ആരാണ് ഇവിടെ ഉള്ളത്? ഭയങ്കരമായ ചോദ്യം. ഇല്ലാ ബിഇദ്നിഹി, സമ്മതം കിട്ടാതെ. അപ്പൊ സമ്മതം കിട്ടുന്ന ഇല്ലാത്ത അതിനാണ് നഫി ചെയ്തത്. സമ്മതം കിട്ടിയാൽ ഓക്കെ. അത് മൻ എന്നുള്ളത് മുബത്തദയാണ്, ദാ എന്നുള്ളത് എൻ്റെ ഖബറാണ് അല്ലേ. വലഫ്ളു മൻ എന്നുള്ളത് വൈകാൻ ഇസ്തിഫ്ഹാമൻ, അത് ഇസ്തിഫ്ഹാമാണ്. ആരാണ്, എന്താ ചെയ്യാൻ കാരണം അല്ല, എന്താ എന്തിന്? അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ എന്താകും? നഫി ചെയ്യാനോ പേടിപ്പിക്കാനോ തഹദീദിനൊക്കെ ഉപയോഗിക്കും. ഇവിടെ ആരാണുള്ളത്? അപ്പോൾ അതിന്റെ മാന നഫിയാണ്, ആരും ഇല്ലാതെ നഫിയാണ്. അതിനെ ഇസ്തിഫ്ഹാം ഇൻകാരി എന്ന് പറയുന്നത്. വലിദാലിക ദഖലത്ത്, അതുകൊണ്ടാണ് ഇൻകാരി, അതുകൊണ്ടാണ് ഇല്ലാതെ പരിശോധന ചെയ്യുന്നില്ലേ. ഇല്ല എന്ന് വിശ്വസന ചെയ്യണമെങ്കിൽ ആരെന്താക്കണം? ഇല്ലാന്ന് വരുത്തണം. അപ്പൊ സമ്മതം കിട്ടിയവർ ഒഴികെ. അതാ ഫീ ഖൗലിഹി ഇല്ലാ ബിഇദ്നിഹി ഐ ലാ അഹദുൻ യശ്ഫഉ, പിന്നെ മുസ്തഖിറൻ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അല്ലാഹുവിന്റെ അടുക്കൽ ശഫാഅത്ത് ചെയ്യുവാൻ അവൻ അനുവാദം കിട്ടാതെ ശഫാഅത്ത് ചെയ്യാൻ ഒരാളുമില്ല എന്ന്. വഇദാ ലം യശ്ഫഅ മൻ ഹുവ ഇൻദഹു, അവന്റെ അടുക്കലുള്ളവർക്ക് പോലും ശഫാഅത്തില്ലെങ്കിൽ കരീമൻ മിൻഹു, അതുപോലെ അള്ളാഹുനോട് കരീബായ ആൾക്ക് സമ്മതം കിട്ടിയാലേ ഷഫാഅത്തിൽ എന്നല്ലേ പറഞ്ഞത്. ഫശഫാഅത്തു ഗൈരിഹി അബ്അദു, അപ്പോൾ സാമീപ്യം ഇല്ലാത്ത കരീബല്ലാത്ത ആളുടെ ഷഫാഅത്ത് അതിനേക്കാണോ ദൂരത്തല്ലേ. ഇൻബഹുവിന്റെ വായന ഇൻബഹു അയാൾക്ക് തന്നെ സമ്മതം കിട്ടിയാലേ ചെയ്യാൻ പറ്റൂന്നാ പറയുന്നത്. അപ്പൊ ഗൈറ് വന്നാലോ? വകാനൽ മുശ്രികൂന, ആ ഗൈറാലാന്ന് ഇവിടെ പറയുന്നത്. വകാനൽ മുശ്രികൂന യഖൂലൂന അസ്നാമുനാ ശുറകാഉല്ലാഹ്, നമ്മുടെ അസ്നാം അല്ലാഹുവിന്റെ ശരീക്കന്മാരാണ് എന്ന് പറയുന്നുണ്ട്. വഹും ശുഫാഅഉനാ ഇൻദഹു, അല്ലാഹുവിന്റെ അടുക്കൽ അവർ ശഫാഅത്ത് ചെയ്യുന്നവരാണ് എന്ന് പറയുന്നുണ്ട്. ഫവഹദല്ലാഹു നഫ്സഹു വഹദല്ലാഹ നഫ്സഹു, അപ്പോൾ അല്ലാഹു തആല എന്താക്കി? അവന്റെ നഫ്സിനെ തന്നെ തൗഹീദാക്കി. വനഫശ്ശിർക, ശിർക്ക് ഇല്ലാന്ന്. ഐ ലൈസ ലിഅഹദിൻ അൻ യശ്ഫഅ ലിഅഹദിൻ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അവന്റെ അടുക്കൽ അവന്റെ ഇതിന് കൂടാതെ ശഫാഅത്ത് ചെയ്യാൻ ആരുമില്ല. അപ്പൊ ഇന്ത്യത്ത് ആയിരിക്കില്ല, ഈ അസ്നാമുകൾക്കില്ല. ഇന്ത്യയുള്ളാക്ക് തന്നെ സമ്മതം കിട്ടിയാലേ പോകുന്നു പറയുമ്പോൾ ഇവർക്ക് ഒട്ടുമില്ല. വഖദ് അഖബറ അന്നഹു ലാ യഅ്ദനു ഫി ശഫാഅത്തി ലിൽ കുഫാർ, കുഫാറുകൾക്ക് ശഫാഅത്ത് ചെയ്യുവാനുള്ള അനുവാദം ഇല്ല എന്ന് അറിയിച്ചു. വഹുവ റദ്ദുൻ അലൽ മുഅ്തസിലത്തി, മുഅ്തസിലയാക്കൾക്ക് റദ്ദുണ്ട്. അതുകൊണ്ട് ഫി അന്നഹും ലാ യറൗന ശഫാഅത ഹസന, ശഫാഅത്ത് എന്ന സാധനമേ ഇല്ല എന്ന് അവർ പറയും. അവർക്ക് റദ്ദാണ്. എല്ലാവർക്കും ശഫാഅത്തിന്റെ സനമിന് പോലും ഉണ്ട് എന്ന് പറയുന്നവർക്കും റദ്ദാണ്. എന്തുകൊണ്ട്? അവർക്ക് ഇതിനില്ല. അവർ രണ്ട് തായ്പത്തിനും റദ്ദായി.
വല്ലാഹു തആല അസ്ബതഹ ലിൽ ബഅദി, അതുകൊണ്ട് ബഅദിന് സുബൂത്താക്കി ബി ഖൗലിഹി ഇല്ലാ ബി ഇദ്നിഹി എന്ന വാക്കുകൊണ്ട് സുബൂത്താക്കി. ആരാണ് ആ ഇതിന് കിട്ടിയ ആള്? ഫഹിയ ലിൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഖിലാഫേ ഇല്ല, ഒറ്റ. لأن الله تعالى قد وعده المقام المحمود, മഖാമും മഹ്മൂദ് നൽകാമെന്ന് എന്താക്കിയിട്ടുണ്ട്, വാദ ചെയ്തിട്ടുണ്ട്. ബഹു മഖാമു ശഫാഅത്തുൽ ഉളുമ, അതാണ് ശഫാഅത്തുൽ ഉളുമാന്റെ പദവി. അതിലെല്ലാവർക്കും കിട്ടി. പിന്നെയും പല മർത്തബുണ്ട്. റവിയ അന്നൽ അംബിയാ അലൈഹിമുസ്സലാത്തു വസ്സലാം യുഖ്സദൂന യൗമൽ ഖിയാമത്തി ലിശ്ശഫാഅ. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഞാൻ എത്രയോ കേട്ടതാണത്. ഖിയാമത്ത് നാളെ ശഫാഅത്തിന് വേണ്ടി പലരും അവരിലേക്ക് സമീപിക്കും. ഫകുല്ലു നബിയ്യിൻ യഖൂലു നഫ്സി നഫ്സി ഇദ്ഹബൂ ഇലാ ഗൈരി എന്നാണ് പറയുക. ഓരോ അമ്പിയാക്കളും ഹത്താ യഅതി അന്നാസു നബിയനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എത്തും. അതല്ലേ ഫസദുൽ പറഞ്ഞില്ലേ, ഫല്ലംബിയാ ഖൗഫൻ ജസൗ മിമ്മാ ലഹർ നഹവൽ ബറൽ ജബ്ബാർ ബത്ശൻ ബിൽ ഖഹർ وهناك رسول الله كل يعتذر ويقول يا نفسي ويا هول الحشر فإليكم عنا فإنا في خطر فأتوا النبي محمدا خير البشر صلى الله عليه وسلم. സാക്കിനാറ് കൊണ്ടാണല്ലോ ഫൈസൽ അവസാനിപ്പിച്ചത്. എല്ലാത്തിനും 150 വരി വെയ്ത്ത്, എല്ലാത്തിനും ഓരോ കാഫിയിലും സാക്കിനാറായിരിക്കും. ഹംദൽതു ഹംദൻ വാഫിയൻ ഹഖ്ക ശുക്ർ آلاؤه أهل الثناء لا ينحسر لا تنحسر أن أينك كيف متى تنزه ذو القدر وإلى متى وإلى متى طاه له الفكر سبحانه هو واحد فرد بتر منزه عما على بال خطر. എല്ലാവർക്കും സാക്കിനാറാകും. കഥയാറുണ്ടാക്കിന് മർക്കാതി റളിയല്ലാഹു അൻഹു. എത്ര വലിയ ആള്. നമ്മുടെ നാട്ടിലാകണ്ടല്ലോ ഒരു മൊലിയില്ലാത്ത. അപ്പൊ തങ്ങളെന്താക്കും, ഫയഖൂലു അനലഹ അനലഹ. അല്ലാഹുവിന്റെ തമ്മിൽ ശഫാഅത്തിലേക്കാണ്. ശഫാഅത്തിന് ഞാനിതാ തയ്യാർ, ഞാനാണ് എൻ്റെ ആള്. വഹുവൽ മഖാമുൽ മഹ്മൂദു അല്ലദീ ബഅദഹു അല്ലാഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ തങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ആ മഖാമുൽ മഹ്മൂദ് എന്ന് ഖുർആനിലുണ്ടല്ലോ, മഖാമ മഹ്മൂദ. ഫയഅതി, തങ്ങളതാ പോകുന്നു. വയസ്ജുദു, സുജൂദ് ചെയ്യുന്നു. വയഹ്മദുല്ലാഹ ബിമഹാമിദ, ഒരുപാട് സ്തുതികൾ അല്ലാഹു തആലക്ക് സ്തുതിക്കുന്നു. യുൽഹിമുഹുല്ലാഹു തആല ഇയ്യാഹ ഫീ ദാലിക്കൽ വഖ്ത്, ആ ഹംദ് ആ സമയത്ത് ഇൽഹാമാക്കി കൊടുക്കുന്നതാണ്. അതിന് മുമ്പ് എന്തായാലും ആ കലിമത്ത് നമുക്ക് അറിഞ്ഞൂടാ. നമ്മക്കിവിടെ പരമാവധി സുബ്ഹാനക ലാ നുഹ്സീ സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തറ. അതിനപ്പുറം എന്താ പറയുക? ലം യകുൻ യഅലമുഹാ ഖബ്ല ദാലിക, അതിന്റെ മുമ്പ് തങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നത്. സുമ്മ യശ്ഫഉ ഇലാ റബ്ബിഹി, പിന്നെ റബ്ബിനെക്കുള്ള ശഫാഅത്ത് ചെയ്യും. അൻ യഫ്തഹ ബാബ ശഫാഅത്തി ലിൽ ഖൽഖി, പടപ്പുകൾക്ക് മുഴുവനും ശഫാഅത്ത് ചെയ്യുവാനുള്ള വാതിൽ തുറക്കണമെന്ന്. ഇപ്പൊ അതിനെപ്പറ്റി നഷ്ടൊന്നും പറയാൻ കഴിയില്ല. ഉച്ചത്തിലാണെങ്കിൽ സൂര്യോദിക്കാതെ ഉച്ചത്തിൽ ചെല്ലെങ്കിലേ മറ്റുള്ള കേൾക്കലേ. അപ്പൊ ഫയഫ്തഹുല്ലാഹു ദാലിക്കൽ ബാബ്, അന്ന് ആ വാതിൽ തുറക്കും. ഫയഅ്ദനു ഫി ശഫാഅ, ഇനി ശഫാഅത്തിന് അംറുൽ മലായികത്തി വറുസുലി വൽ അംബിയാ വൽ മുർസലീൻ. ചുരുക്കത്തിൽ ഫദല്ല അലാ അളീമി ഖദ്രിഹി അലൈഹി സ്വലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പദവി എത്രമാത്രം ഉയർന്നതാണ് എന്നാണ് അറിയിച്ചത്. ഹൈസു അഖ്ദമ അലാ മുനാജാത്തിൽ ഹഖി, ഹക്കിനോടുള്ള മുനാജാത്തിൽ തങ്ങൾ മുന്നിട്ട് വന്ന ഫീമാ സഅലഹു ഫീഹി, ആ ചോദിച്ചില്ലേ, ഫഅജാബഹുൽ ഹഖ് സുബ്ഹാനഹു വതആല, അല്ലാഹു തആല ഉത്തരം കൊടുത്തല്ലോ. ഹദീസ് ശഫാഅത്ത് വറദ ഫി സഹീഹൈൻ, പിന്നെ വസ്സുനൻ, സഹീഹൈനും വന്നിട്ടുണ്ട്, മറ്റു ഹദീസിലും വന്നിട്ടുണ്ട്. വഹി ശഫാഅത്തുൽ ഉലമാ ലി സയ്യിദുൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാണ് ശഫാഅത്തുൽ ഉലമാ എന്ന് പറയുന്നത്. ഇനിയും അള്ളാഹുവിന്റെ കമാലത്തിലേക്കാണ് പോകുന്നത്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അല്ലാഹു തആല അറിയും മാ ബൈന ഐദീഹിം, പടപ്പുകളുടെ മുമ്പിലുള്ളത് നാം. ബൈന ഐദി,
അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കഴിഞ്ഞു പോയതെന്നാണോ അല്ല വരാനിരിക്കുന്ന ഭൂതകാലമാണോ ഭാവി കാലമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, നമുക്കിപ്പോ നാഹിൽ തോന്നിയ മാബൈൻ ഐതിഹ്യം നിറമ്പ് ബലങ്ങളുടെ ഭൂതകാലം ഭാവി കാലം. വമാ ഖൽഫോന്ന് കഴിഞ്ഞു പോയത് ഭൂതകാലം അല്ലേ? മുപ്പറെന്താ പറയുന്നൊക്കെ യഅലമു മാ കാന ഖബ്ലഹും മിൻ ഉമൂരി ദുനിയാ, ദുന്യാവിന്റെ ഉമൂറിനാൽ മുമ്പ് എന്തെല്ലാം കഴിഞ്ഞാൽ അത് അല്ലാഹു തആല അറിയും. അതെന്തിന്റെ അർത്ഥം? മാബൈന ഐതിഹ്യന്റെ ആണ്. ലഫ്നശ്ര മുറത്തബായിട്ട് അർത്ഥം വെക്കുന്നു. വമാ യകൂനു ബഅദഹും മിൻ അംരിൽ ആഖിറ, ആഖിറത്തിന്റെ കാര്യത്തിനാൽ ഈ ശേഷം എന്തെല്ലാം വരാനുണ്ടെന്നാണ് വമാ ഖൽഫഹു അർത്ഥം കൊടുത്തത്. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചതിന് ലഫ്നശ്ര ഗൈറു മുറത്തബാണ്. അല്ലെങ്കിലോ ഔ മാ ബൈന ഐദീഹിം എന്ന് പറഞ്ഞാൽ യനി മാ ഫഅലുഹു മിൻ ഖൈരിൻ വശർരിൻ വഖദ്ദമൂഹു, ഖൈറിനാലും ഷർറിനാലും അവർ എന്തൊക്കെ പ്രവർത്തിച്ചു വെച്ചു എന്നതാണ് മാ ബൈന ഐദീഹിം. വമാ ഖൽഫഹും എന്ന മാ യഫ്അലൂനഹു ബഅദ ദാലിക, ഭാവിയിൽ എന്തൊക്കെ അവർ പ്രവർത്തിക്കുമെന്നും അല്ലാഹു തആലാക്ക് അറിയും. ചുരുക്കത്തിൽ എന്തർത്ഥം കൊടുത്താലും അല്ലാഹു തആലാക്ക് വർത്തമാനം, ഭൂതം, ഭാവി എന്നിങ്ങനെ 3 സ്റ്റേജില്ല. അള്ളാഹുവിന്റെ ഇൽമിലേക്ക് ചേർത്താൽ പണ്ടേ പറയില്ലേ, ദേശീയ പതാക എത്ര കളറുണ്ട്, ടേബിൾ കുറച്ച് കളർ പിടിച്ചിട്ട് ഒരു ഉറുമ്പിലേക്ക് നടന്നു. ഉറുമ്പിനെ ഒരാൾ കാത്തുക്കുന്ന അങ്ങ് നീ അവിടെ എത്തി, ഞാൻ വരുന്നുണ്ട്, ഞാൻ വെള്ളയിലേക്ക് എത്തി എന്ന് പറയും. കുറേ കാത്തുകൊണ്ട് വിളിക്കുമ്പോൾ നടുക്കുള്ള എന്താണെന്ന് എനിക്ക് അറിയില്ല, എന്തോ ആയിക്കോട്ടെ, അത് തെറ്റിപ്പോയി അതിൻ്റെ സ്നേഹത്തോടെ സഹിക്കോളാം. അപ്പൊ ഇതിനെന്താക്കാം 3 കളർ ഇങ്ങനെ അപ്പം ഈ വെളുത്തത് അതിന്റെ വർത്തമാനമാണെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന അതിന്റെ ഭാവി കാലമാണ്. അപ്പം അത് എന്താക്കും? വർത്തമാനമായിട്ട് മാറും. ഇത് ഭൂതകാലമായി. ഇതോ അവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പൊ നേരത്തെ ഭൂതം, വർത്തമാനം, ഭൂതം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാം കൂടെ ഇങ്ങനെ നോട്ടം നോക്കിയട്ടെ, ഒന്നുമില്ല, ഒരു സീറ്റ്. والمقصود بهذا الكلام بيان أنه عالم بأحوال الشافعي والمشفوع له. ശഫാഅത്ത് ചെയ്യുന്നവർക്കും ചെയ്യപ്പെടുന്നവരുടെയും എല്ലാ അഹ്വാല് കൊണ്ടും അല്ലാഹു തആല അറിയും എന്ന അഅ്മൂമുൽ ഇൽമുണ്ടല്ലോ, അതാണ് ഇവിടെ മഖ്സൂദ്. ഫീമാ യതഅല്ലഖു ബിസ്തിഹ്ഖാഖി സവാബി വൽ ഇഖാബ്, സവാബും ഇഖാബും ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. അതായത് രണ്ടാമത് പറഞ്ഞില്ലേ, ഖൈറിനാലും ഷർറിനാലും അവർ ചെന്തതും അപ്പൊ സവാബ് ഉണ്ടാകും. അപ്പൊ എന്താകും? സവാബുണ്ട്, ഇഖാബുണ്ട്. ഇനി വലാ യുഹീഖൂന, അത് നഫിയാണ്. വലാ യുഹീഖൂന ഐ ലാ യുദ്രികൂന എന്നുള്ള ലമീർ എടുത്തേക്കാണ്. ഊറ് എന്ന് പറഞ്ഞ ലമീർ ഉണ്ടല്ലേ ഉള്ളിൽ, അത് മലായിക്കത്തിലേക്കാണ് ഇവിടെ മടക്കുക. യാനുൽ മലായിക്ക വൽ അംബിയാ വഗൈറുഹും ബിശൈഇൻ മിൻ ഇൽമിഹി, മിൻ ഇൽമിഹി, ഇൽമിന്റെ ഷൈഅ് എന്ന് പറഞ്ഞാൽ ഇൽമൊരു സിഫത്തല്ലേ, അതിനാണ് മഅലൂമാത്ത് എന്ന അർത്ഥം. അപ്പൊ അല്ലാഹു തആല അറിഞ്ഞ മാലൂമാത്തിൽപ്പെട്ടത് അമ്പിയാക്കൾക്കാവട്ടെ, മലായിക്കത്തിനാവട്ടെ, മറ്റുള്ളവർക്കാവട്ടെ, പൊതുജനങ്ങൾക്കാവട്ടെ, അള്ളാഹു തുറന്നു കൊടുത്ത കഥലേ വേറെ ഇൽമ എത്തിച്ചേരുള്ളൂ. അള്ളാഹ് അറിഞ്ഞ മുഴുവനും ഇവർക്ക് അറിഞ്ഞോളുന്നില്ല. അപ്പൊ അള്ളാഹ് എത്ര തുറന്നു കൊടുക്കുന്നു? എല്ലാം അറിഞ്ഞോ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയും. എല്ലാം അറിഞ്ഞോണ്ട് പഠിച്ചോണ്ടാവില്ലേ? അതിങ്ങനെ ആദ്യം പഠിച്ചോണി ഇത് നേരത്തെ പോയില്ലേ? ആമിന ബീവി പ്രസവിക്കലോടുകൂടി എന്തായി? പഠിച്ചോണിയത്ത് പോയി. അവിടെ ഇഷ്കാലി എന്തെങ്കിലും കൂടുതലാകുമ്പോഴേക്ക് എന്താകും? ഇലാഹായി പോകുന്നൊരു പേടി. അപ്പൊ ഇലാഹിനെ അത്രേ കണക്കാക്കിയിട്ടുള്ളൂ. അതും ഇല്ലാ ബിമാ ശാഅ, അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടല്ലാതെ. ഇപ്പൊ ഗസാലി ഇമാമിന്റെ ഇൽമെന്തായിട്ടുണ്ട്, ഒരുപാട് വിശാലമായി താലൂക്കായിട്ടുണ്ട്. അടുത്തേക്ക് ഞമ്മാരും കിട്ടുവോ? പ്രധാന മസ്ജിദ് അങ്ങനെയാണ്, എല്ലാ പല്ലും തുറന്നോക്കാം. അയ്യഅലമൂഹു, അത് ശാഅന്റെ മഫ്ഊലാന്ന് കൂട്ടിക്കൊടുത്ത അയ്യഅലമൂഹു വഅയ്യുത്ലിഅഹും അലൈഹി. ശാഅക്കൊരു മഫ്ഊലുണ്ടേപ്പാ, ജനങ്ങൾ അറിയാനും ജനങ്ങളെ ഇത്ലാആക്കാനും വെളിപ്പെടുത്തി കൊടുക്കുവാനും അല്ലാഹു തആല ഉദ്ദേശിച്ച കണക്കല്ലാതെ കണ്ട് ഇവർക്ക് സ്വന്തമായിട്ടൊന്നും ആവൂല. ചിലക്ക് 10 ഓതി മതിയാക്കേണ്ടി വരും, ചിലക്ക് 10 ഓതേണ്ടി വരും, ചിലക്ക് തുഹഫ ഓതും. മുർസലിങ്ങൾ അഖ്ബാർ പോലെ. മുർസലിങ്ങൾക്ക് അഖ്ബാർ എന്താണ്? അല്ലാഹു തആല തുറന്നു കൊടുക്കുന്നതനുസരിച്ച് അവർ പറയും.
ഫലാ യുളിറു അലാ ഗൈബിഹി അഹദ ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ. അതൊരായത്താണത്. അവന്റെ ഗൈബിന്റെ മേൽ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കൂല ഇല്ലാ മൻ ഇർതദാ മിർ റസൂലിൻ, ഒരു റസൂലിനാൽ അല്ലാഹു തആല പൊരുത്തപ്പെട്ട ഒരാൾക്കല്ലാതെ. അപ്പോൾ ഇർതിദാഇന്റെ മക്കാമിൽ നിൽക്കുന്നവർക്ക് ഗൈബ് വിരൂന്നായി. അത് മിർ റസൂലിൻ, റസൂലിൻ റസൂൽ അല്ലെങ്കിൽ ഒരു മുഖറബായ മലക്കാവാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൊണ്ടുമാവാം. വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർള, അല്ലാഹുവിന്റെ കുർസിയെ ആകാശങ്ങളെയും ഭൂമിയെയും വിശാലമാക്കിയിട്ടുണ്ട്. ഈ കുർസി എന്നുള്ളത് ഹിസ്സിയായ മാനിയാണോ അല്ല മജാസാണോ എന്നാ ചോദ്യം. ചെന്നില്ല. കുർസി എന്നാണ് ഇത്, കുർസി ഹിസ്സി അതാണോ? അപ്പൊ ആകാശഭൂമിയേക്കാളും വലുതാണ് ഈ കുർസി എന്നുള്ള സാധനം. അപ്പൊ ലൗഹ്, കലമ്, അർശ്, കുർസി, ആലമുൽ ഗൈബിലുള്ള കുറേ വസ്തുക്കളാണ്. അതിലേറ്റവും വിശാലമായത് കുർസി എന്നാണ്, ആകാശത്തിനെയും ഭൂമിനെയും. ഇതിനെല്ലാത്തിനും വിശാലമാക്കുന്നതാണ് അർശ്. അൽ കുർസിയ്യു മാ യുജ്ലസു അലൈഹി മിനശ് ശൈഇ അൽ മുറക്കബി മിൻ ഖശബാത്തിൻ മൗദൂഅത്തിൻ ബഅദുഹാ ഫൗക ബഅദിൻ. അതിന് താരീഫ പറയുന്നു. മരത്തിന്റെ കഷ്ണങ്ങൾ ഒന്നൊന്നിന്റെ മേലെന്താക്കും, വെച്ചിട്ട് ഘടിപ്പിച്ചു കൊണ്ടിട്ട് ഇരിക്കാൻ വേണ്ടി ആക്കുന്നതാണ്. അതിപ്പോ എന്താക്കും? അത് താരീഫ്. ഐ ലം യദിക കുർസിയ്യുഹു അനിസ്സമാ. അപ്പൊ ആകാശത്തിലും ഭൂമിയിലുള്ള സകല ആളുകൾക്കും ആ കുർസിയിൽ സ്ഥലം വെച്ചാലും വിശാലത ഉണ്ടെന്ന് പറഞ്ഞു വന്നത്. എന്നിട്ട് അലിബസ്തതിഹി വസഅതതിഹി, അത് അത്ര കണ്ട് വിശാലമാണ് എന്നിങ്ങനെയല്ലേ പറഞ്ഞേ. അപ്പൊ ഹിസ്സിയാക്കി. വൽ മുഅ്തബദ് കമാ ഖാല അൽ ഇമാമു അന്നൽ കുർസിയ്യ ജിസ്മുൻ ബൈന യദയിൽ അർശ്, അർശിന്റെ മുമ്പിലുള്ള ഒരു ജിസ്മ് തന്നെയാണ് കുർസിയ്യ്. മുഹീതും ബിസ്സമാവാതി സബഇ, 7 ആകാശങ്ങളെയും ഉൾക്കൊള്ളും. അതുകൊണ്ട് ലിഅന്നൽ അർള ഖുറത്തുൻ, ഭൂമി ഗോളാകൃതിയിലാണല്ലോ. വസ്സമാഉ ദുനിയ മുഹീതത്തുൻ ബിഹാ, ഒന്നാമത്തെ ആകാശം അതിനൊട്ടാകെ വലയം ചെയ്തിട്ടുണ്ട്. മിൻ ജമീൽ ജവാനി, എല്ലാ ഭാഗത്തിൽ കൂടിയും. വസ്താനിയത്തും മുഹീതത്തും ബിദ്ദുനിയ, രണ്ടാമത്തെ ആകാശം മറ്റേ ആകാശത്തിനെ വലയം ചെയ്ത് ഇങ്ങനെ അട്ടി വഹാകദാ, അങ്ങനെ പോട്ടെ. ഇലാ യകൂനൽ അർശു മുഹീതൻ ബിൽ കുല്ലി, അർശ് എന്താക്കി എല്ലാത്തിനെയും വലയം ചെയ്തു. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സമാവാതു സബ്ഉ വൽ അർളൂന സബ്ഉ, 7 ആകാശങ്ങളും 7 ഭൂമിയും അല്ല മിനൽ കുർസിയ്യി, കുർസിയിലേക്ക് ചേർത്താൽ ഇല്ലാ കഹൽക്കത്തിൻ ഫീ ഫലാത്തിൻ, വിശാലമായ മരുഭൂമിയിൽ ഒരു മോതിരം വെച്ച സ്ഥാനത്തല്ലാണ്ട്. അപ്പൊ അത്ര വിശാലമാണ് അർശ്. വഫദുലുൽ അർശി അലൽ കുർസിയ്യി, ഇനി കുർസിയിനെ അപേക്ഷിച്ചിട്ട്, ഇപ്പം കുർസീന്റെ വശമാ, കുർസീനെ അപേക്ഷിച്ചിട്ട് അർശിന്റെ മഹത്വത്തിലാക്ക ഫദലി തിൽക്കൽ ഫലാത്തി അലാ തിൽക്കൽ ഹൽഖ, ആ ഹൽക്കത്തിനാ കാണാം ഈ മരുഭൂമിക്ക് വിശാലത ഉണ്ടല്ലോ എന്നതുപോലെയാണ്. അപ്പൊ ഏറ്റവും വിശാലമായ സാധനം ഇത് ജിസ്മിയാനിയത്തിൽ. അളമത്തിലോ, മാനവീയ അളമത്തിൽ ഏറ്റവും വിശാലം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അളമത്തിൽ. വലാ യഊദുഹു യഊദു ആദ യഊദു ഖാല യഖൂലു എന്ന് പറയുമ്പോൾ ആദ യഊദു, അതാ ആദാഹു ശൈഉ യഊദുഹു ഇദാ അസ്കലഹു വലഹിഖഹു മിൻ മശഖത്തുൻ, ഒരു വസ്തുവിൽ നിന്ന് ഒരാൾക്കൊരു പ്രയാസം നേരിട്ടാൽ എന്താക്കും? ആ സാധനം അവനെ അവനെ ക്ഷണിപ്പിച്ചു. മഅഖൂദുൻ മിനൽ അബദ്, അബദാണ് അതിന്റെ മസ്തറിജ, ബി ഫത്ഹിൽ വാബി അബദ്. വഹുവൽ ഇബജു, അതിന്റെ വളവ് എന്ന് അർത്ഥമുണ്ട്. ഐ ലാ യസ്കുലുഹു ലാ യുസ്കിലുഹു അലൈഹി തആല, അല്ലാഹു തആലാന്റെ മേലെ ഒരു വസ്തു ഭാരമേറിയതല്ലാതെ. എന്തിന്റെ ഹൈഫുലുഹുമ, ആകാശങ്ങളെ കാക്കലും ഭൂമിയെ കാക്കലൊന്നും അള്ളാഹ്ക്കൊരു പ്രയാസമേ അല്ല. ഹിഫുലുസ്സമാവാതി വൽ അർള്, ഹുമാന്റെ ലമീർ, തസ്നീന്റെ ലമീറില്ലേ, ഇതിൽ ഖരീബ് വൽ ബഈദു ഇൻദഹു സവാഉൻ, അടുത്തുള്ളതും ദൂരത്തുള്ളതും അല്ലാഹ്ക്ക് സമമാണ്. വകൈഫ യതഅബു ഫീ ഖൽഖിൽ വർറതി വകുല്ലുൽ കൗനി ഇൻദഹു സവാഉൻ. അപ്പോ ഒരു ദർറത്ത്, ഒരു അണുമണി തൂക്കൽ പുറക്കൽ അള്ളാഹു തആല പ്രയാസ. അള്ളാഹുവിന്റെ അളമത്തിലെ കുറിച്ച് നോക്കിയാൽ ലോകമൊട്ടാകെ കൂട്ടിയാൽ ദർറത്തിന്റെ പദവിയില്ല. നമുക്കെല്ലാം വലുതായി തോന്നുന്നു. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ.
പിന്നെ എല്ലാത്തിനെയും കൂടി കൺക്ലൂഷനാണ് പറയുന്നത്. വഹുവൽ അലിയു എന്ന് പറഞ്ഞാൽ അള്ളാഹു താലാക്ക് നഫി ചെയ്യപ്പെടേണ്ടുന്ന സൽബിയായ എല്ലാ സിഫാത്തുകളെ തൊട്ടും അവനാരാണ്? ഉന്നതനാണ്. അള്ളാഹു താലാക്ക് ചേർക്കപ്പെടേണ്ടുന്ന ഈജാബിയ സിഫാത്തുകളെ കൊണ്ട് അള്ളാഹ് മുത്തസിഫാണ്, അലീം. അപ്പോൾ എന്തായി? രണ്ടും കൂടി അലിയും അലീമായി. അൽ മുതആലി ബിദാതിഹി അനിൽ അശ്യാഇ വൽ അൻദാദ് അൽ അലീമു അല്ലദീ യസ്തഹഖറു ബിന്നിസ്ബതി ഇലൈഹി കുല്ലു മാ സിവാഹു. അല്ലാഹനെ കൊണ്ട് ചേർത്താൽ മാസിബ മുഴുവനും നിസ്സാരമാണ്, ഒന്നുമില്ലാത്തതാണ്. ഇതാണ് അലീം. വഹാദിഹിൽ ആയത്തുൽ കരീമത്തു, ഈ ബഹുമാനപ്പെട്ട ആയത്ത് മുൻതവിയത്തുൻ അലാ ഉമ്മഹാത്തിൽ മസായിലിൽ ഇലാഹിയ്യ, ഇലാഹിയായ മസ്അലന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. അല്ല ഹസീനത്തിൽ അത്തറിയ നാത്തർ റൂസിന്റെ മഹത്വം കൊണ്ട് പറഞ്ഞത് അൽ മുതഅല്ലിഖത്തു ബിദാത്തിൽ അലിയ്യ, ഉന്നതമായ ദാത്തുമായി ബന്ധപ്പെട്ട എല്ലാ മസ്അലയും ഇതിലുണ്ട്. ഇസ്ബാത്തുൻ നഫി എല്ലുണ്ട്. ഫഇന്നഹാ നാതിഖത്തുൻ ബിഅന്നഹു തആല മൗജൂദുൻ മുൻഫരിദുൻ ബിൽ ഇലാഹിയ്യ, അതായത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു വരെ അല്ലേ. അതിന്റെ പറഞ്ഞാണ് അൽ ഹയ്യുൽ ഖയ്യൂം, അതാ മുത്തസിഫുൻ ബിൽ ഹയാത്തി വാജിബുൽ വുജൂദി ലിദാതിഹി മൂജിദുൽ ലിഗൈരിഹി. അതാണ് ഖയ്യൂമിന്റെ മാന. ഖയ്യൂം എന്ന് പറഞ്ഞാൽ സ്വയം മറ്റൊന്നിന് ഇഹ്തിയാജില്ലാത്ത നിലനിൽക്കുകയും മറ്റുള്ള വസ്തുക്കളെക്കെല്ലാം നിലനിർത്തി പോരുന്നു എന്നല്ലേ അർത്ഥം. അപ്പൊ ഖയ്യൂമിന്റെ മാനയില്ലേ? അതേമാതിരി ലിമാന്നൽ ഖയ്യൂമ ഹുവൽ ഖായിമു ബിദാതിഹി അൽ മുഖീമു ലിഗൈരിഹി. അതിന്റെ മാന കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അമ്മോ? ഖയ്യൂം എന്നുള്ളത് ഖായിമുൻ ബിദാതിഹിയാണ്, മുഖീമുൻ ലിഗൈരിഹിയാണ്. മുനസ്സഹുൻ അനി തഹയ്യുസ് വൽ ഹുലൂൽ, തഹയ്യുസില്ല ഹുലൂലില്ല. തഹയ്യുസ് എന്ന സ്ഥലം പിടിക്കരുത്. ഹുലൂൽ മുബറഉൻ മിന തഗയ്യുരി വൽ ഫുതൂർ, അതാണ് ലാ തഅഖുദുഹു സിനത്തും വലാ നൗമുൻ. ഒരു തഗയ്യുറുമില്ല, ഒരു ഫുതൂറും ബാധിക്കലില്ല. ലാ മുനാസബത ബൈനഹു വബൈനൽ അസ്ബാഹി, മറ്റുള്ള വസ്തുക്കളുമായിട്ട് യാതൊരു മുനാസബത്തും ഇല്ല. ഇതുപോലെ വലാ യാതരീഹി മാ യാതരി നുഫൂസ വൽ അർവാഹ്, നഫ്സുകൾക്കാവട്ടെ അർവാഹുകൾക്കാവട്ടെ പിടികൂടുന്ന ഒരു സാധനം ഒന്നും അല്ലാഹു തആലക്ക് പിടികൂടൂല. മാലിക്കുൽ മുൽക്കി വൽ മലക്കൂത്ത്, മുൽക്ക് ഏതാണ്? ബാഹ്യമായ ലോകം. മലക്കൂത്ത് ഏതാ? ഗൈബിയ ലോകം. അപ്പൊ മുൽക്കും മലക്കൂത്തും ആലം കംപ്ലീറ്റ് ചെയ്യും. വമുദ്ദിഉൽ ഉസൂലി വൽ ഫുറൂഇ, ഉസൂലുകളെയും ഫുറൂഉകളെയും സൃഷ്ടിച്ചവനാണവൻ. ദുൽ ബത്ശി ശദീദ്, വളരെ എല്ലാത്തിലും പിടികൂടാവുന്ന ശക്തിയുള്ളവനുമാണ്. അതിനപ്പുറം ലാ യൻഫഉ എന്നാണ് പ്രിന്റിലുള്ളതെങ്കിലും ലാ യശ്ഫഉ എന്ന് വായിക്കുക. മേലോട്ട് ഇവിടെ പ്രിന്റ് ഉള്ളത് ലാ യൻഫഉ എന്നാണ്. നഫ്ഇനെ പറ്റി നമ്മളെ ചർച്ച. ലാ യശ്ഫഉ ഇൻദഹു ഇല്ലാ മൻ അദിന ലഹു, അവൻ ആർക്കാണോ ശഫാഅത്തിന് സമ്മതം കൊടുത്തത് അവരല്ലാതെ കണ്ട് ശഫാഅത്ത് ചെയ്യൂല. അതുകൊണ്ട് ഫഹുവൽ ആലിമു വഹദഹു ബിജമീഇൽ അശ്യാ. ഇത് വലാ യുഹീതൂനാന്റെ മാനേനത് ജമീഉൽ അശ്യാ കൊണ്ടും അവൻ ആലിമാണ്, അവൻ മാത്രം. അപ്പൊ ജനങ്ങൾക്ക് അറിയുന്നില്ലേ? ബഅൽ തുറന്നെടുത്തത് മാത്രം. ജലിയ്യ ഖഫിയ്യ, ആ അശ്യാക്കളുടെ ജലിയ്യാവട്ടെ ഖഫിയ്യാവട്ടെ കുല്ലിയ്യാവട്ടെ ജുസ്ഇയ്യാവട്ടെ. ഇനി അലിയുൽ അദീം വരണ്ടേ? വാസിഉൽ മുൽക്കി വൽ ഖുദ്റ, ഖുദ്റത്തും അവന്റെ മുൽക്കും വിശാലമാണ്. ലികുല്ലി മാ മിൻ ശഅനിഹി അംലക വയഖ്ദിറ അലൈഹി, അവന്റെ മിൽക്കിൽ പെടാനും അവന്റെ ഖുദ്റത്ത് ബന്ധപ്പെടാനും പറ്റുന്ന, അതായത് അവരുടെ ഖുദ്റത്തിനോടെ മുംകിനാത്തിനോടെ ബന്ധപ്പെടൂ, വാജിബാത്തിനോടെ ബന്ധപ്പെടൂല, മുസ്തഹീലാത്തിനോടും ബന്ധപ്പെടൂല എന്ന് അഖീദയിൽ പഠിച്ചിട്ടുണ്ട്. വലാ യശുഖു അലൈഹി ഷാഖുൻ, പ്രയാസകരം എന്ന് പറയുന്ന ഒരു ഷാഖ് അവൻ അല്ലാഹു തആലക്കില്ല. വലാ യശ്ഗലുഹു ഷാനുൻ അൻ ഷാൻ, ഒന്നിനെ വിട്ട് ഒന്ന് അവനെ ശുഗലാക്കൂല. മുതആലിൻ അമ്മാ തനാലുഹുൽ ഔഹാം, മനുഷ്യന്മാരുടെ വഹമുകൾ എത്തുന്നതിന്റെയും അപ്പുറത്താണ്. മുനസ്സഹുൻ അമ്മാ അലാ ബാലിൻ ഖതർ, മനസ്സിൽ എന്താണോ നിങ്ങൾ ഊഹിച്ചത് അതിന്റെയും അപ്പുറം. അല്ലാഹു അപ്പം നമ്മൾ കുശൈലിയിൽ പറഞ്ഞില്ലേ തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചും പറഞ്ഞു, ഒന്നിനോടും തുല്യതയില്ലാത്ത ഒരു ദാത്ത്. നിങ്ങളുടെ മനസ്സിൽ എന്തും പോലെ ഉദിക്കുന്നു അതിൻ്റെ അപ്പുറം ഒന്നല്ല. അഫ്ഹാമുകൾക്ക് ചുറ്റി അറിയാൻ കഴിയാത്ത വിധത്തിൽ അവൻ അലീമാണ് ദാത്ത്.
വലിദാലിക ഖാല അലൈഹിസ്സലാത്തു വസ്സലാം, വലിദാലിക എന്ന ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആയത്തുൽ കുർസിയിൽ സമ്മേളിച്ചത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഅലമ ആയത്തിൻ ഫിൽ ഖുർആനി ആയത്തുൽ കുർസി എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ ഖുർആനിലുള്ള ആയത്തിൽ ഏറ്റവും അഅലമായ ആയത്ത് ഏതാണ്? ആയത്തുൽ കുർസിയാണ് എന്ന് പറഞ്ഞു. അതിന്റെ മഹാനി നോക്കിയിട്ട് നാളെ കിട്ട്. ഇനി പുതിയൊരു മസ്അല, ലാ ഇക്റാഹ ഫിദ്ദീൻ.